നീ ഉൾപ്പെടുത്തി തരണേ റഹ്മാനേ. ആലപ്പുഴ ജില്ലയുടെ ഹൃദയഭാഗമായ കല്ലുപാലം, മസ്താംപള്ളി, നെൽപ്പുര, അങ്ങനെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരുപാട് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞ ഒരു പ്രദേശത്തിന്റെ ഭാഗത്ത് കേരള മുസ്ലിം ജമാഅത്ത് SYS നെൽപ്പുര യൂണിറ്റിന്റെ മഹനീയമായ ഈ മജ്ലിസ് അൽഹംദുലില്ലാഹ് 30 വർഷമായി ഈ പ്രദേശത്ത് നടക്കുന്ന ദിക്ർ ഹൽഖയുടെ വാർഷികം എന്ന നിലയ്ക്ക് കൂടി ഒരുമിച്ച് കൂട്ടിയ മജ്ലിസാണ്. എന്തുകൊണ്ടും ധന്യമാണ്. ഭാഗ്യമുള്ളവർക്ക് വരാൻ സാധിക്കും, ഭാഗ്യമില്ലാത്തവർക്ക് ഒരിക്കലും വരാൻ സാധിക്കില്ല. എന്താണ് അപ്പോൾ ഭാഗ്യം? ഈ മജ്ലിസിൽ ഇരിക്കാൻ തന്നെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഭൂമിയിൽ 2 സ്ഥലങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടിയിട്ടത് സ്വർഗ്ഗമാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 2 സ്ഥലം. അതിലൊരു സ്ഥലം മഴ ഒന്നും വരില്ല. ശൈഖ് ജീലാനി തങ്ങള് ഒരു ബുദ്ധിമുട്ടില്ലാതെ ഇവിടെ വന്നവരെ എത്രത്തോളം സുരക്ഷിതമായിട്ട് ഇവിടെ എത്തിച്ചോ അതിനേക്കാൾ സുരക്ഷിതമായി അള്ളാഹു വരെ ഭവനങ്ങളിൽ അള്ളാഹു എത്തിക്കണേ റഹ്മാനെ. ഒരുപാട് ഉമ്മമാർ ഈ മജ്ലിസിന്റെ ഏത് ഭാഗത്താ ഉമ്മമാരിരിക്കുന്ന? ഒരു നനയൂലല്ലോ, ഒരു സുരക്ഷിതരാണല്ലോ. അല്ലാഹു അവരുടെയും ഹലാലായ മുറാദുകളൊക്കെ റബ്ബേ നീ ഹാസിലാക്കി കൊടുക്കണേ റഹ്മാൻ. ഒരുപാട് മുറാദുകൾ, ഹാജത്തുകൾ ഒരു മജ്ലിസ് കൊണ്ട്, അഥവാ ഇൽമ് ചർച്ച ചെയ്യുന്ന ഒരു മജ്ലിസ്, മഹാന്മാരെ അനുസ്മരിക്കുന്ന ഒരു മജ്ലിസ്, സ്വർഗമാണ് ഈ ഭാഗം എന്ന് ഒന്ന് മാബൈന ഖബരി വ മിൻബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് അവിടെ ധാരാളം ചെലവഴിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ഏതാണ് മാബൈന ഖബരി? എന്റെ ഖബറിന്റെയും ഞാൻ പ്രഭാഷണങ്ങൾ ധാരാളം നടത്തിയിട്ടുള്ള പരിശുദ്ധമായ ഒരു മിമ്പർ മദീനയിലുണ്ട്. ഇത് രണ്ടിന്റെയും ഇടയിലുള്ള സ്ഥലം സ്വർഗമാണെന്ന് പഠിപ്പിച്ച ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന് ആ സ്വർഗമാണെങ്കിൽ പിന്നെ ഏതെല്ലാം ഇൽമു ചർച്ച ചെയ്യുന്ന ലോകത്തിന്റെ നാനാ ദിക്കുകളിൽ അല്ലാഹുവിന്റെ ദീനിന്റെ ചർച്ച, ഇൽമിന്റെ ചർച്ച, മഹാന്മാരെ അനുസ്മരിക്കുന്ന മജ്ലിസ്, അത് സ്വർഗീയ മജ്ലിസാണെന്ന് അൽ അമീനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു നമ്മെ എല്ലാം ഈ സ്വർഗീയ മജ്ലിസ് എന്ന് മുത്തു റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ച മഹനീയമായ മജ്ലിസിൽ വന്ന് ഇരിക്കാൻ, ചെലവഴിക്കാൻ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന വിദൂരങ്ങളിലുള്ളവർക്കൊക്കെ വളരെ വേഗം വന്ന് ആ പ്രധാന സമയങ്ങളിൽ മുന്നോട്ട് വന്നിരുന്ന് എന്റെ പ്രിയപ്പെട്ടവരൊക്കെ സഹകരിക്കുക. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് സുദീർഘമായ ഒരു സംസാരം എന്നതിന് പുറമെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഉപകരിക്കുന്നത് ഈ മജ്ലിസിൽ നിന്നുണ്ടാകണം എന്ന് അതിയായി ആഗ്രഹിക്കുകയാണ്. നമ്മുടെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രവർത്തകർ കുറെ കാലങ്ങളായി ആലപ്പുഴ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായി പ്രവർത്തനം നടത്തുമ്പോൾ അതിലെ ഒരു ഭാഗമായി നെൽപ്പുരയിൽ മാഷാ അല്ലാഹ് നടത്തുന്ന സേവനം, നമ്മുടെ ഉനൈസ് സാഹിബ് അതുപോലെ സാലിക്കായൊക്കെ ഒരുപാട് ഇതിനു വേണ്ടി പാടുപെടുകയാണ്. അല്ലാഹു അവരൊക്കെ അധ്വാനങ്ങൾക്ക് വലിയ ഫലം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പരിപാടി ഇവിടെ നടത്താൻ വേണ്ടി സ്ഥലം തന്ന ആളിനും അല്ലാഹു എല്ലാവിധ ഐശ്വര്യവും അല്ലാഹു നീ നൽകണേ റഹ്മാനെ. സഹോദരങ്ങളെ, നമ്മളൊക്കെ നിസ്കാരമുള്ളവരാണല്ലേ? നിസ്കാരമുള്ളവരല്ലേ? അല്ലാഹു നമുക്ക് നല്ല കൃത്യമായ നിസ്കാരമുള്ളവരാകാൻ തൗഫീഖ് നൽകട്ടെ. അപ്പൊ 5 വഖത്ത് നമ്മൾ നിസ്കരിക്കുമ്പോൾ അല്ലേ, ഒരു ദിവസത്തിൽ 5 വഖത്ത്, ആ 5 വഖത്ത് നിസ്കരിക്കുന്ന നമ്മൾ, ഈ ഉമ്മത്തിലെ പുരുഷന്മാർ വെള്ളിയാഴ്ച ദിവസത്തില് പള്ളിയിലേക്ക് ജുമുഅക്ക് വേണ്ടി പോകും. ആ വെള്ളിയാഴ്ച ദിവസം നമ്മൾ 5 വഖത്ത് നിസ്കരിക്കുന്നതിലെ ഒരു നിസ്കാരം മറ്റു ദിവസങ്ങളെക്കാൾ പുറമെ 4 റക്അത്താണല്ലോ ദുഹർ, അല്ലേ? എത്ര റക്അത്താണ് ദുഹർ? 4 റക്അത്ത്. ആ 4 റക്അത്ത് നിസ്കരിക്കുന്ന ദുഹർ നിസ്കാരം വെള്ളിയാഴ്ച ജുമുഅ നിസ്കരിക്കുന്ന സമയത്ത് 2 റക്അത്തെ നമ്മൾ നിർവഹിക്കുന്നുള്ളൂ, അല്ലേ?
2 റക്അത്തല്ലേ നിസ്കരിക്കുന്നുള്ളൂ വെള്ളിയാഴ്ച ദിവസം ഉച്ചയ്ക്ക്. 4 റക്അത്ത് നിസ്കരിക്കുന്നുണ്ടോ? ഫർളായ നിലയില്, സുന്നത്തായ നിലയിലേക്ക് അവിടെ നിൽക്കട്ടെ. ഫർളായ നിലയിൽ നിസ്കരിക്കുന്ന എല്ലാ ദിവസവും നമ്മൾ 5 വഖത്ത് നിസ്കരിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ളുഹർ നിസ്കരിക്കുന്ന സ്ഥാനത്ത് വെള്ളിയാഴ്ച നമ്മൾ നിസ്കരിക്കുന്നത് 2 റക്അത്ത് ജുമുഅന്റെ നിസ്കാരമാണ്. അല്ലാഹു നമുക്കത് എത്രയും ഭംഗിയായി നിസ്കരിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. പോവാണോ? ആണോ? മടങ്ങാൻ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. അങ്ങനെ നമ്മുടെ എല്ലാരെയും പരിഗണിച്ചില്ലാൻ തോന്നരുത്. സമയപരിമിതി കൊണ്ട് നേരെ വിഷയത്തിലേക്ക് പ്രവേശിച്ചതാണ്. ഇന്നലെ ബഹുമാനപ്പെട്ട നമ്മുടെ പള്ളിയിലെ ചീഫ് ഇമാം ഷാഫി മൗലവി ഉസ്താദിന്റെ പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ടാവൂല്ലേ? അല്ലാഹു ഉസ്താദിനും ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. അപ്പോൾ വെള്ളിയാഴ്ച ദിവസം നമ്മള് 2 റക്അത്ത് നിസ്കരിക്കും. ചിന്തിക്കണം, ഈ പറയാൻ പോകുന്ന ചിന്തിക്കണം. അപ്പൊ ബാക്കി 2 റക്അത്തോടെ പോയി 4 റക്അത്ത് നിസ്കരിക്കുന്ന ളുഹർ നിസ്കാരം വെള്ളിയാഴ്ച ദിവസം ആയപ്പോ 2 റക്അത്തെ നമ്മൾ നിസ്കരിക്കുന്നുള്ളൂ ജുമുഅ എന്ന നിലയിൽ. എവിടെ പോയി 2 റക്അത്ത്? ചിന്തിച്ചിട്ടുണ്ടോ? നമ്മളെ നൂറുദ്ദീൻ ഉസ്താദ് ഇവിടെ നെൽപ്പരപ്പള്ളിയിൽ വാളെടുക്കും. നമ്മുടെ സഫാന്തങ്ങള് മസ്താൻപള്ളിയിൽ വാളെടുക്കും. എന്താ? മാശറൽ മുസ്ലിമീൻ റഹമക്കുമുല്ലാഹ് الجمعة حج الفقراء والمساكين وعيد المؤمنين. ശ്രദ്ധിക്കുന്നുണ്ട്, നമ്മൾ കേൾക്കുന്നവരാണ്. അള്ളാഹ്ക്കറിയാം പള്ളിയിൽ നിന്നാണോ കേൾക്കുന്നത്, കോളാമ്പി കേൾക്കുമ്പോ ഡ്രസ്സൊക്കെ ഇട്ട് വീട്ടിൽ നിന്ന് വരികയാണ്. അല്ലാഹു അലാ വഅലം റസൂലു. ഏതായാലും ആശറ വിളിക്കുന്ന സമയത്ത് ഒരു വാക്കുണ്ട്, അൽ ഖുതുബത്തു തഖൂമു മഖാമ റകഅതൈൻ മിനൽ ഫർള്. അല്ലേ? പറഞ്ഞപ്പോ ഉണ്ട്. എന്താ പറഞ്ഞേ? അൽ ഖുതുബത്തു തഖൂമു മഖാമ റകഅതൈൻ മിനൽ ഫർള്. മാശറ വിളിക്കാൻ വേണ്ടിയിട്ട് മോദിൻ സാഹിബ് വാളെടുത്തിട്ട് പറയുന്ന വാക്കാണ്. ഉമ്മമാരെ, സഹോദരങ്ങളെ, ചിന്തിക്കാനുള്ള വാക്ക് നിങ്ങളിലേക്ക് ഇട്ടു തന്നുവെന്ന് മാത്രം. ഈ ഉമ്മത്തിലെ പുരുഷന്മാർ, സ്ത്രീകളല്ല, ഈ ഉമ്മത്തിലെ പുരുഷന്മാർ എല്ലാ ദിവസങ്ങളിലും ളുഹർ നിസ്കാരം 4 നിസ്കരിക്കുന്ന സ്ഥാനത്ത് വെള്ളിയാഴ്ച ദിവസമായപ്പോൾ 2 റക്അത്താണ് നിസ്കരിക്കുന്നത്. പിന്നെ 2 റക്അത്ത് എവിടെ പോയി? അത് ഉത്തരമാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞത്. അൽ ഖുത്ബത്തു തഖൂമു മഖാമ റക്അതൈൻ മിനൽ ഫർള്. നിങ്ങളുടെ 2 റക്അത്ത് നിങ്ങളിലേക്ക് ഇമാം ഖുത്ബ ഓതാൻ വരുന്നുണ്ട്. ആ ഖുത്ബ കേൾക്കുന്നതിലാണ് നിങ്ങൾ സാധാരണ നിസ്കരിക്കാൻ നിർവഹിക്കുന്ന ളുഹർ നിസ്കാരത്തിന്റെ 4 റക്അത്തിലെ ബാക്കി 2 റക്അത്ത് നിങ്ങളിൽ വെച്ചിരിക്കുന്നത്, സംവിധാനിച്ചിരിക്കുന്നത്. പരിശുദ്ധമായ പള്ളി മിമ്പറിൽ ഇമാം കയറി നിന്ന് ഖുത്ബ ഓതാറുണ്ട്. ആ ഖുത്ബയിൽ ആ 2 റക്അത്ത് ഇരിക്കുന്നത് ഇത് ആർക്കൊക്കെ കിട്ടുന്നുവെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ആർക്കൊക്കെ കിട്ടുന്നു? പള്ളിയില് ഇപ്പോ എല്ലായിടവും ഇപ്പൊ നമ്മുടെ മറ്റു സ്ഥലങ്ങളെ അപേക്ഷിച്ച് മസ്താൻപള്ളിയിൽ നെൽപ്പുരയിലൊക്കെ ഇപ്പോഴും അൽഹംദുലില്ലാ കോളാമ്പിയിലായിട്ട് ഓടുകയാണ്. അതുകൊണ്ട് വലിയ സൗകര്യമായി ചിലർക്ക്. കടയിൽ അതനുസരിച്ച് ഇറങ്ങിയാൽ മതി. മുഅദ്ദിൻ ഇഖാമത്ത് കൊടുക്കുമ്പോ കട പൂട്ടി ഇറങ്ങുന്ന അവസ്ഥ. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപകടം. എങ്ങനെ അപകടം? ഇത് പറയാൻ എന്റെ ഉത്തരവാദിത്തമാണ്. എന്റെ ഞാൻ സേവനം ചെയ്യുന്ന പള്ളിയോട് തൊട്ടടുത്തിരിക്കുന്ന മുഅ്മിനീങ്ങളെ ഈ വിധത്തിലൊരു അവസരം കിട്ടുമ്പോൾ അത് പറയൽ ഉത്തരവാദിത്തമാണ്. ഒരിക്കൽ അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്യുന്നവരെ പ്രത്യേകം ഉപദേശിക്കണം. നിന്റെ 2 റക്അത്ത് നിസ്കാരം ആ ഖുത്ബ കേൾക്കുന്നതിലാണെന്ന് മുഅദ്ദിൻ ഉസ്താദ് മആശറ വിളിച്ചിട്ട് പറയുന്നു. ഇനി പ്രധാനപ്പെട്ട ഒരു വിഷയം, ആ പരിശുദ്ധമായ പള്ളി മിമ്പറിലേക്ക് കയറി നിന്നുകൊണ്ട് നമ്മളടക്കമുള്ള 10,000 ഖത്തീബന്മാർ മിമ്പറിൽ കയറുന്നു. ഇമാം മുഅദ്ദിൻ ഉസ്താദിൽ നിന്ന് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് നല്ലതുപോലെ സലാമൊക്കെ പറഞ്ഞ് സന്തോഷമായിട്ട് വാള് മേടിച്ച് അല്ലെങ്കിൽ നല്ലൊരു വടി മേടിച്ച് മിമ്പറിലേക്ക് കയറി വലത് ചുമരിൽ ഭാഗത്ത് നിന്ന് തിരിഞ്ഞിട്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു മിമ്പറിൽ നിന്നുകൊണ്ടൊരു സലാം പറയും. എന്നിട്ട് സലാമൊക്കെ മടക്കിയിട്ട് തുടങ്ങുകയാണ്, ഖുത്ബ തുടങ്ങുകയാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടാവും നിങ്ങൾ ഖുത്ബയിൽ അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്.
അത് മിമ്പറിൽ കയറി നിർവഹിക്കുന്ന ഖുതുബയ്ക്ക് നിർബന്ധമാണ്. ഇമാമ മിമ്പറിൽ കയറി നിസ്കരിക്കുന്ന ഖുതുബയ്ക്ക് 5 നിബന്ധനയുണ്ട്. ആ 5-ൽ ഒന്നാമത്തേത് ഹംദ് കൊണ്ട് തുടങ്ങുക എന്നത് ഭാരതന്മാരായ മഹത്തുക്കൾ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ രേഖപ്പെടുത്തി തന്നിരിക്കുകയാണ്. പിൽക്കാലത്ത് പല വിവരദോഷികളും സംസ്കാര ശൂന്യന്മാരും അവരവരുടെ നാട്ടിലെ ഭാഷയോടൊത്താണ് ഖുതുബ വേണ്ടത് എന്ന് ഒരുപക്ഷെ ചർച്ച ചെയ്തിട്ടുണ്ടാകും. ഇന്ന് നമ്മുടെ ചർച്ചയിൽ അത് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ പറയുന്നത് സഹോദരങ്ങളെ, ആ മിമ്പറിൽ കയറി നിന്നുകൊണ്ട് ഇമാം മിമ്പറിൽ കയറി നിർവഹിക്കുന്ന ഖുതുബ അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് ഹംദൊക്കെ ചൊല്ലി പിന്നീട് ചൊല്ലുകയാണ് സല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിനാ മുഹമ്മദിൻ. സ്വലാത്ത് നിർവഹിച്ചു. പല കോലത്തിൽ നിർവഹിക്കും. ചില സ്ഥലങ്ങളിൽ അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്, ഇങ്ങനെ സ്വലാത്ത് സലാം അതൊരു ഖുതുബയിൽ നിന്ന് നിർവഹിക്കുന്ന ഖതീബിന്റെ മിമ്പറിൽ നിർവഹിക്കുന്ന പ്രഭാഷണത്തിന്റെ നിബന്ധനയാണ്. ഹംദുണ്ടാവുക, സ്വലാത്തുണ്ടാവുക. മിമ്പറിന്റെ കയറി നിന്ന് നിർവഹിക്കുന്ന ഖുതുബയുടെ പ്രാധാന്യത നിങ്ങൾ മനസ്സിൽ ഉൾക്കൊണ്ട് വെച്ചിരിക്കണം, മറന്നുപോരുത്. ഇനി കേട്ടോ, മൂന്നാമത് പറയാൻ പോകുന്നു. ഒരു ഖതീബ് നിർവഹിക്കാൻ പോകുന്ന മിമ്പറിലെ ഖുതുബയുടെ മൂന്നാമത്തെ നിബന്ധന ശ്രദ്ധിക്കണം. ഇനി ശ്രദ്ധിക്കണം. വെള്ളിയാഴ്ച ചെല്ലുമ്പോ അയ്യുഹന്നാസ് ഊസീകും ഇബാദല്ലാഹ് വയ്യായ ബിത്തഖ്വല്ലാഹ് എന്ന് പറഞ്ഞേ അല്ലേ? പഠിപ്പിച്ചെന്ന നാളെ നിങ്ങളൊക്കെ ഖതീബുമാരെ ജോലി കളയോ? അയ്യുഹന്നാസ് ഊസീകും ഇബാദല്ലാഹി വഇയ്യായ ബിത്തഖ്വല്ലാഹ്, തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യൽ. അഥവാ ജനങ്ങളെ, അയ്യുഹന്നാസ് അല്ലയോ ജനങ്ങളെ, ഓ ജനങ്ങളെ, വിശ്വാസികളെ നല്ല ഖതീബ് മിമ്പർ കയറി വിളിച്ചത് വിശ്വസിച്ചവരെ എന്ന് വിളിയല്ല. ആ വിളി ആരുടെയാ? സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിളിയാണ്. അയ്യുഹന്നാസ് അല്ലയോ ജനങ്ങളെ, ഊസീകും ഇബാദല്ലാഹ് വഇയ്യായ നഫ്സി അവ്വലം ബിത്തഖ്വല്ലാഹ്, എന്റെ നഫ്സിനോട് ആദ്യം തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്തിട്ട് എന്റെ മുമ്പിലിരിക്കുന്ന ജനങ്ങളെ നിങ്ങളോട് ഇതാ തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാ. ഇതൊരു മിമ്പറിൽ കയറി നിർവഹിക്കുന്ന ഖതീബിന്റെ നിബന്ധനയാണ്. ഇതില്ലാത്തൊരു വെള്ളിയാഴ്ച ഖുതുബയില്ല. ഏത് ഖുതുബ? നമ്മുടെ 2 റക്അത്ത് നിസ്കാരത്തിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന ഖുതുബ. ഇത് നിർവഹിക്കാതെ ഒരു ഖുതുബയില്ല. അതുപോലെ തന്നെയാണ് നാലാമത്തെ നിബന്ധന. ഏതെങ്കിലും ഒരു ആശയത്തിനായി ഒരുമിക്കുന്ന ഒരു ആയത്ത് അവിടെ ഓതുക എന്നത് നമ്മൾ സാധാരണ ഓതാറുണ്ട്. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ് വഖൂലൂ ഖൗലൻ സദീദാ യുസ്ലിഹ് ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും വമൻ യുതിഇല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അളീമാ. നല്ലൊരു ആശയം വരുന്ന ആയത്ത് അവിടെ ഓതിയിട്ട് ഖതീബ് ഇരിക്കുകയാണ്. എല്ലാവരും ആത്മാർത്ഥമായ ഇടയിൽ ഖതീബിന്റെ ഇടയിലുള്ള ഇരുത്തത്തിന് വലിയ ജവാബുണ്ട്, പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. അല്ലാഹു നമുക്കതിലൊക്കെ ശ്രദ്ധിക്കാൻ തൗഫീഖ് നൽകട്ടെ. അതും നിബന്ധനയാണ്. ഇതൊന്നും ഇല്ലാതെ വെള്ളിയാഴ്ചത്തെ ഖുതുബ നടപ്പിലാവൂല, അത് സ്വീകാര്യോഗ്യമാവൂല. അല്ലാഹു നമുക്ക് നല്ല നിലയ്ക്കത് കേൾക്കാനും, ഖുതുബയുടെ ഇടയിൽ സംസാരിക്കുന്നവനോട് സംസാരിക്കരുതെന്ന് പറയൽ പോലും നിങ്ങൾ കേൾക്കണം. സംസാരിക്കുന്ന ഒരു കുട്ടിയോട് എന്ന് പറയൽ പോലും പാടില്ല എന്ന് മായാശറ വിളിക്കുമ്പോൾ മുഅദ്ദിൻ സാഹിബ് നമുക്ക് രേഖപ്പെടുത്തുന്നു, ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, അങ്ങനെ 4 നിബന്ധനകൾ നമ്മൾ കേട്ടു. നമ്മുടെ 2 റക്അത്ത് നിസ്കാരത്തിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന മിമ്പറിലെ ഇമാമിന്റെ ഖുതുബയുടെ 4 നിബന്ധനകൾ നിങ്ങൾ കേട്ടല്ലോ. 5ാമൊരു നിബന്ധനയും നമ്മൾ ശ്രദ്ധിച്ചു വെച്ചോ, പഠിച്ചു വെച്ചോ. ഈ ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങൾക്ക് വേണ്ടിയിട്ട് ദുആയാണ്. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. ഇത് കേൾക്കാതെ മിമ്പറിലെ ഖുതുബ ഉണ്ടോ? ഇല്ല.
والمسلمين والمسلمات اللهم انصر المسلمين اللهم انصر إخوان المسلمين في فلسطين. പ്രത്യേകം ഫലസ്തീനുകൾക്ക് നമ്മൾ എത്ര നാളുണ്ട് ദുആയിരുന്നു. അൽഹംദുലില്ലാഹ് അതിന് ഫലം കണ്ടില്ലേ. അല്ലാഹു അത് നിലർത്തി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ചതിയന്മാരും വഞ്ചകന്മാരുമാണ് വിത്തിങ്ങളെന്നൊരു സംശയമില്ല. ഇപ്പോഴും കരാറുകൾ ലംഘിച്ചുകൊണ്ട് അസമാധാന അന്തരീക്ഷം അവിടെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. അല്ലാഹു അവരെ ഷർറുകൾ അല്ലാഹ് ഈ ഉമ്മത്തിന് നീ അവരെ ഷർറിനെ തൊട്ട് കാത്തുരക്ഷിക്കണേ റഹ്മാനേ. അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു വെള്ളിയാഴ്ച ദിവസത്തെ 2 റക്അത്ത് നിസ്കാരം എന്റേത് എവിടെ പോയി എന്ന് ചിന്തിക്കുന്ന മുഅ്മിനിന്റെ മറുപടി എവിടെ കിടക്കുകയാ? അദ്ദേഹത്തിന്റെ വെള്ളിയാഴ്ച ദിവസത്തെ ഇമാമിന്റെ ഖുതുബയിലാണ് 2 റക്അത്ത് നിസ്കാരം നിർവഹിക്കുന്നത്. അല്ലാഹു നമുക്കത് നല്ല നിലയ്ക്ക് ഖതീബിന്റെ മിമ്പറിലെ പ്രഭാഷണം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പള്ളിയിൽ കയറി ഹാജരാകാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ചില വിദ്വാന്മാരൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഓടിപ്പോയി മുണ്ടും പൊക്കി ചെന്ന് എന്നെ അടിച്ച് വീണ സംഭവങ്ങളൊക്കെ ഉണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. ധൃതി കാണിച്ചിട്ട് ഓടിപ്പോയി ഇമാമിന്റെ ഖുതുബ അത് പെട്ടെന്ന് തുടങ്ങുന്നതിന് പോയിരിക്കണമെന്നുള്ള വലിയ ആവേശത്തോടെ പോയിട്ട് ഒറ്റ തന്നെ അടിച്ച് വീഴില്ല. ഇതിനെ അങ്ങനെ വളരെ നേരത്തെ തന്നെ ഒരു ദിവസത്തെ കാര്യമല്ലേ, കുറഞ്ഞ മണിക്കൂർ, ആ ഒരു മണിക്കൂർ അല്ലാഹുവിന് വേണ്ടിയിട്ട് ചെലവഴിക്കുന്നു. അതിലൂടെ എന്റെ ജീവിതത്തിൽ വലിയ സലാമത്തുണ്ടാകുമെന്ന നിയ്യത്തോടെ അല്ലാഹു നമുക്ക് വെള്ളിയാഴ്ച ദിവസത്തെ പ്രത്യേകം ശ്രദ്ധിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പോൾ നമ്മൾ പറഞ്ഞു അല്ലേ, മൂന്നാമത് തഖ്വ കൊണ്ടുള്ള വസിയത്ത്. തഖ്വ കൊണ്ടുള്ള വസിയത്ത് നിങ്ങൾ കേട്ടു. അയ്യുഹന്നാസ് ഊസീകും ഇബാദല്ലാഹ് വ ഇയ്യായ ബിതഖ്വല്ലാഹ്. ഉമ്മമാരെ, സഹോദരങ്ങളെ, നിങ്ങൾ എപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണ് ഒരുപക്ഷേ തഖ്വ. തഖ്വ എന്ന വാക്ക് അത് പറഞ്ഞാൽ അങ്ങ് തീർന്നു. പക്ഷേ അതിന്റെ ആന്തരികമായ അവസ്ഥയിലേക്ക് ഇറങ്ങിയാൽ അല്ലാഹ് എത്രമേൽ ആഴത്തിലേക്ക് ചിന്തിക്കാനുള്ള ഒരു വാക്കാണ് തഖ്വ. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ അറഫ പ്രഭാഷണത്തിൽ ഉൾക്കൊള്ളിച്ചല്ലോ. അയ്യുഹന്നാസ്, വലിയൊരു പ്രഖ്യാപനമാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. ഈ ലോകത്തെ തന്നെ പിടിച്ചു കുലുക്കുന്ന ഒരു വലിയ പ്രഖ്യാപനം. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. എന്താ? ഒരേ ഒരു റബ്ബ്, ഒരൊറ്റ ജനത. എന്താണ്? ഒരേ ഒരു റബ്ബ്, ഒരൊറ്റ ജനത. നമ്മുടെ സർക്കാരും അവിടെ ഇവിടെ ഒക്കെ പറയുന്ന പോലെ നാം രണ്ട് നമുക്കൊന്ന്, നാം രണ്ട് നമുക്കൊന്ന്. അതല്ല, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞെന്താ? ഏറ്റവും വിപ്ലവകരമായ പ്രഖ്യാപനം, ഒരേ ഒരു റബ്ബ്, ഒരൊറ്റ ജനത. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അയ്യുഹന്നാസ് ഇന്ന റബ്ബക്കും വാഹിദ് വ ഇന്ന അബാക്കും വാഹിദ് കുല്ലുക്കും ലിആദം വ ആദമു മിൻ തുറാബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് അറഫ പ്രഭാഷണത്തിൽ പറഞ്ഞ വലിയൊരു പ്രഖ്യാപനം എന്റെ പ്രിയപ്പെട്ടവരുടെ ശ്രദ്ധയിലേക്ക് ഞാനൊന്ന് കൊണ്ടുവരികയാണ്. നിങ്ങളുടെ പിതാമഹൻ നമ്മൾ പറഞ്ഞു തഖ്വ എന്ന വാക്കിലേക്ക് പ്രവേശിച്ചിട്ടാണ്, മറന്നു പോകരുത്, തഖ്വ എന്ന വാക്കിലേക്ക് പ്രവേശിച്ചിട്ടാണ് ഈ വലിയ പ്രഖ്യാപനത്തെ കുറിച്ച് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നിങ്ങളുടെ പിതാമഹൻ ഒരേ ഒരാളാണ്, സയ്യിദുനാ ആദം അലൈഹിസ്സലാം. നിങ്ങളുടെ പിതാവ് ഒരാളാണ്. ഒരു റബ്ബ്, ഒരു പിതാമഹൻ, ഒരു റബ്ബ്, ഒരു കുടുംബം. കുല്ലുക്കും ലിആദം, എല്ലാം ആദം സന്തതികളാണ്, ആദമിന്റെ മക്കളാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ് ആദമു മിൻ തുറാബ്. ആദം നബി അലൈഹിസ്സലാം ആകട്ടെ മണ്ണിനാൽ സൃഷ്ടിച്ചവരും ആകുന്നു. ആ ആദമിന്റെ മക്കളായ മുഴുവൻ മനുഷ്യരും മനുഷ്യ സമൂഹം എന്ന നിലയ്ക്ക് ഒരൊറ്റ ജനതയാണെന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. ഒരു പക്ഷേ വിശ്വാസത്തിൽ വ്യത്യാസമുണ്ടാകും, ആദർശത്തിൽ വ്യത്യാസമുണ്ടാകും, പക്ഷേ മനുഷ്യൻ എന്ന നിലയ്ക്ക് മിൻ ഹൈസുന്നാസ്, മനുഷ്യൻ എന്ന നിലയ്ക്ക്, ജനങ്ങൾ എന്ന നിലയ്ക്ക്, ജനത എന്ന നിലയ്ക്ക്, മനുഷ്യൻ എന്ന നിലയ്ക്ക് തുല്യമായ അവകാശം എല്ലാവർക്കും ഉണ്ടാകണമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. എന്നിട്ട് അള്ളാന്റെ റസൂല് പറയുകയാണ്, കേൾക്കണം, ഈ വാക്ക് നിങ്ങൾ ഹൃദയത്തിൽ ഇങ്ങനെ ഫ്രെയിം ചെയ്ത് വെക്കണം. ഉമ്മമാരെ, ഇന്ന അക്രമക്കും
ഇൻദല്ലാഹി അത്ഖാകും. അല്ലാഹുവിന്റെ അടുക്കൽ ബഹുമാന കൂടുതൽ വരുന്നത് പടച്ച റബ്ബിന്റെ തിരുസന്നിധിയിൽ ആരാണ് സ്ഥാനം അർഹതയുള്ളവര്, സ്ഥാനത്തിലുള്ളവര്, അത് ഇൻദല്ലാഹി അത്ഖാകും, തഖ്വയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ആരുടെ ജീവിതത്തിലാണ് സൂക്ഷ്മത ഉണ്ടാകുന്നത് അഥവാ തഖ്വ ഉണ്ടാകുന്നത്? ആ തഖ്വ കൂടുന്തോറും അല്ലാഹുവിന്റെ സമക്ഷത്തിൽ ബഹുമാനം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ തഖ്വ കുറയുന്നതനുസരിച്ച് അല്ലാഹുവിന്റെ സമക്ഷത്തിൽ നിന്നവൻ അകന്നു പോകുന്നു. നഊദു ബില്ലാഹ്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അറഫ മൈതാനിലെ വലിയ പ്രഖ്യാപനം കേട്ടോണം. ലൈസ ലിഅറബിയ്യിൻ ഫളൻ അലാ അജമി മുഹമ്മദ് മുസ്തഫ. ഉറച്ചൊരു സ്വലാത്ത് മുഹമ്മദ് മുസ്തഫ. ഒരു അറബിക്കും ഒരു അജമിയേക്കാൾ ശ്രേഷ്ഠതയൊന്നുമില്ലെന്ന് അർത്ഥശങ്കക്കിടയില്ലാതെ, വാക്കുകൾക്ക് മാറ്റമില്ലാതെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. വെളുത്തവന് കറുത്തവനെക്കാളും, വെളുത്തവന് കറുത്തവനെക്കാളും, കറുത്തവന് വെളുത്തവനെക്കാളും മഹത്വം തീരെ 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 ഇല്ലെന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. വല്ലാത്തൊരു മാനുഷികത, വല്ലാത്തൊരു ഹ്യൂമൻ റൈറ്റ്സ് ആണ് ക്ലിയർ ആൻഡ് ക്രിസ്റ്റൽ ക്ലിയർ ആയി സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ എന്താ പറഞ്ഞ? ആകെ അല്ലാഹുവിന്റെ സമക്ഷത്തിൽ തഖ്വയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ബഹുമാനം. അല്ലാഹു നമുക്ക് തഖ്വയുള്ളവരാകാൻ തൗഫീഖ് നൽകട്ടെ. ജനങ്ങൾ ഒരാൾ മറ്റൊരാളോട് തുലനപ്പെടുത്തുമ്പോൾ എല്ലാവരും ആ വിഷയത്തിൽ തുലനം ചെയ്യുന്ന സമയത്ത് ഒരുപോലെയാണ്, ഒപ്പത്തിനൊപ്പമുള്ളവരാണ്. മനുഷ്യർക്കിടയിൽ വ്യത്യാസമുണ്ടെങ്കിൽ അത് തഖ്വയുടെ വിഷയത്തിൽ മാത്രമാണ്. അത് മാത്രമാണ് അല്ലാഹുവിന്റെ സമക്ഷത്തിൽ പരിഗണിക്കുന്നത്. സഹോദരങ്ങളെ, മഹാനായ ഒരു കവി പാടിയത് ഈ സമയത്ത് ഞാൻ ഓർത്തു പോവുകയാണ്. അന്നാസു മിൻ ജിഹതി തംസീലി അക്ഫാഉ അബൂഹും ആദമു വൽ ഉമ്മു ഹവ്വാഉ മൗലായ സ്വല്ലി വസാ അലാ ഹബീബിക ഖൈർ. ബുദ്ധിമാനായ ഒരു കവി നമുക്ക് പാടിത്തരുകയാണ്. ജനങ്ങൾ, പൊതുസമൂഹത്തിലെ സാധാരണക്കാരെ, മനുഷ്യരെ, ജനങ്ങൾ ഒരാൾ മറ്റൊരാളോട് തുലനപ്പെടുത്തുമ്പോൾ എല്ലാവരും ഒരേ പോലെയാണ്, ഒരേ മാലയിൽ കോർത്ത പുഷ്പങ്ങളെ പോലെയാണ്, ഒപ്പത്തിനൊപ്പമുള്ളവരാണ്. മനുഷ്യരെ, നിങ്ങളെല്ലാം ഒരേ പോലെയാണ്. കാരണം എന്താ? അബൂഹുമു ആദമു വൽ ഉമ്മു ഹവ്വാഉ. മനുഷ്യ, നിന്റെ ഉമ്മ ഹവ്വയാണ്, നിന്റെ വാപ്പ ആദമാണ്. ആ വിഷയത്തിൽ നീ തുല്യം തന്നെയാണ്. ഫഇയകുൻ ലഹും മിൻ അസ്ലിഹിം നസബു യുഫാഖിറൂന ബിഹി ഫത്വീനു വൽ മാഉ മൗലായ സ്വല്ലി വസാ. മഹാനായ കവി നമ്മെ ഓർമ്മപ്പെടുത്തിയത് എന്തെന്നറിയുമോ? ഏതെങ്കിലും ഒരു അസുലിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് അഭിമാനിക്കാൻ പര്യാപ്തമായ ഒരു മഹത്വം മനുഷ്യന്മാരെ നിങ്ങൾക്കിടയിലുണ്ട് എങ്കിൽ യുഫാഖിറൂന ബിഹി ഫത്വീനു വൽ മാഉ മൗലായ സ്വല്ലി വസാ അലാ ഹബീബിക ഖൈർ. അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിമാനിക്കാനുണ്ടെങ്കിലുള്ള കാര്യത്തെ കുറിച്ച് ആ കവി നമുക്ക് പറഞ്ഞു തരികയാണ്. മനുഷ്യന്മാർക്കിടയിൽ വ്യത്യാസം ഉണ്ടെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വ്യത്യാസം, ഒരു താരതമ്യം നടത്തണമെന്ന് ഉദ്ദേശം ഉണ്ടെങ്കിൽ ബുദ്ധിമാനായ കവി തരുന്ന നമുക്കൊരു ഉപദേശം, അത് വെള്ളവും മണ്ണുമാണ്. വെള്ളവും മണ്ണുമാണ്. എന്റെ വാപ്പ, എന്റെ ഉമ്മ എന്നൊക്കെ വലിയ അഭിമാനം തോന്നുന്നു എങ്കിൽ മനസ്സിലാക്കണം, ആദം നബി അലൈഹിസ്സലാം ഉണ്ടായത്
മണ്ണിൽ നിന്നും വെള്ളത്തിൽ നിന്നുമാണ് ആ നിലയ്ക്കുള്ള ബഹുമാനം കണക്കാക്കിയാൽ മതി എന്ന് ബുദ്ധിമാനായ കവി നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ മാഷാ അല്ലാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. അല്ലാഹു തങ്ങൾക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. തങ്ങന്മാരെ കൊണ്ട് പാലപ്പുഴ ചവിട്ടിടക്കാൻ വയ്യെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. തങ്ങന്മാരാ മൊത്തം പാലപ്പുഴ എവിടെ നോക്കിയാലും. പള്ളിയിൽ ചീഫും അസിസ്റ്റന്റും ഒക്കെ തങ്ങന്മാര്. പിന്നെ പടിഞ്ഞാറോട്ട് പോയാൽ തങ്ങള്, തെക്കോട്ട് പോയാൽ തങ്ങൾ. ഇപ്പൊ ഇർഷാദ് പള്ളിയിൽ തങ്ങൾ വന്നെന്ന് അറിയുന്ന ആണോ ഫിക്സ് ആയ? അപ്പൊ നമ്മൾ തുടങ്ങി വെച്ച പോലായല്ലോ. അള്ളാഹു എല്ലാവർക്കും സ്ഥിരത കൊടുത്ത് ഇസ്തിഖാമത്തോടെ ഇസ്സത്തോടെ നിൽക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. മുമ്പോട്ടിരിക്കണോ? കസര മുമ്പോട്ടിരണോ? അപ്പൊ ഇത് വരി തെറ്റൂലേ? ഒഴിവുള്ള കസേരയിലോട്ട് മോനെ കേറി മോനെ, ഒന്ന് കേറി. അല്പമൊക്കെ ഇടയ്ക്കൊന്ന് എഴുന്നേറ്റ് മാറി മുമ്പോട്ട് ഇരിക്കല് ഖൈറാണ്. ഇൻഷാ അല്ലാഹ് പുറകെ വരുന്നവർക്ക് ഇരിക്കാമല്ലോ. അൽഹംദുലില്ലാഹ്. നമ്മുടെ സംഘാടകർ അസ്ലമക്കായൊക്കെ ഉഷാറായി ഇരിക്കാൻ. സംഘാടകർക്ക് ഇരിക്കാൻ പറ്റൂല. ഇതൊക്കെ ഒന്ന് കഴിഞ്ഞ് റാഹത്തായി നിങ്ങൾക്ക് നല്ല ഭക്ഷണവും തന്ന് ദുആ ചെയ്ത് പിരിയുന്നവർ അവർക്ക് ഇരിക്കാൻ പറ്റൂല. ഇൻഷാ അല്ലാഹ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തി പരിപാടിക്ക് വേണ്ടി സഹായിച്ച ഒരുപാട് സുമനസ്സുകളുണ്ട്. എല്ലാവരുടെയും ഹാജത്തുകൾ റബ്ബേ നീ വീട്ടിൽ കൊടുക്കണേ റഹ്മാനേ. സഹോദരങ്ങളെ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ വലിയൊരു ഹ്യൂമൻ റൈറ്റ്സിന്റെ പ്രഖ്യാപനം നടത്തിയിട്ട് തഖ്വ ഉള്ളവർക്ക് മാത്രമാണ് കേട്ടോ അള്ളാഹിന്റെ അടുക്ക സ്ഥാനം എന്ന് പറഞ്ഞ് അതങ്ങ് പ്രസംഗിച്ച് ഒതുക്കിയില്ല. ആ പ്രഖ്യാപനം സമൂഹത്തിൽ അത് പ്രായോഗികവൽക്കരിക്കുകയും ചെയ്ത നേതാവിന്റെ പേരാണ് സഹോദരങ്ങളെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഉറച്ചൊരു സ്വലാത്ത് ചൊല്ലണേ സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അവിടുന്ന് ഇമാമാണെങ്കിൽ സയ്യിദുനാ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു മുഅദ്ദിനായില്ലേ. ഖുറൈശിയായ സയ്യിദുനാ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, അടിമയായ അമ്മാർ റളിയല്ലാഹു അൻഹു, പേർഷ്യനായ സൽമാൻ റളിയല്ലാഹു അൻഹു, റോമക്കാരനായ സയ്യിദുനാ സുഹൈബ് റളിയല്ലാഹു അൻഹു, യമനിയായ സയ്യിദുനാ ജരീർ റളിയല്ലാഹു അൻഹു, എല്ലാവരെയും ഒരേ സഫിൽ അങ്ങോട്ട് ഒരേപോലെ ഇരുത്തിയിട്ട് സാമൂഹ്യമായി അത് പ്രായോഗികവൽക്കരിച്ച് കാണിച്ച നേതാവിന്റെ പേരാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. അങ്ങനെ ഒരേ സഫില് തഖ്വ ഉള്ളവർക്ക് മാത്രമാണ് മക്കളെ സ്ഥാനമുള്ളത് എന്ന ഏറ്റവും വലിയ ഉപദേശം തന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഭൂമിയിൽ അത് പ്രായോഗികവൽക്കരിച്ച് 63 വർഷക്കാലത്തെ ജീവിതം കഴിഞ്ഞ് ഈ ഭൂമി ലോകത്ത് നിന്ന് യാത്രയായ നിമിഷം ഈ ഭൂമി എത്രയോ കരഞ്ഞുപോയി, സങ്കടപ്പെട്ടു പോയി. ആ സങ്കടങ്ങൾക്കെല്ലാം പരിഹാരമായിട്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്തി ഭൂമി ലോകത്തേക്ക് അയച്ച മനുഷ്യന്മാരാണ് സഹോദരങ്ങളെ, സ്വാലിഹീങ്ങളാണ് സഹോദരങ്ങളെ, മുജദ്ദിദീങ്ങളാണ് ഉമ്മമാരെ, മുജദ്ദിദീങ്ങളാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ അൽ അമീനായ മുത്ത് റസൂലുള്ളാഹിന്റെ വാക്കാണ്, ഇന്നല്ലാഹ യുബ്അസു ലിഹാദിഹിൽ ഉമ്മത്തി അലാ റഅസി കുല്ലി മിഅതി സനത്തിൻ മൻ യുജദ്ദിദു ലഹാ ദീനഹാ സയ്യിദുനാ മുഹമ്മദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂല് ഇതൊക്കെ പറഞ്ഞ് നല്ല പ്രായോഗികവൽക്കരിച്ചിട്ട് അവിടുത്തെയുടെ സന്താനങ്ങളിൽ അഥവാ ഈ ഭൂമി ലോകത്ത് വന്നിട്ടുള്ള പരമ്പരകളിലെ ഏറ്റവും പരിശുദ്ധമായ പരമ്പര അത് ഞാനടങ്ങുന്ന പരമ്പരയാണ്. പിന്നീട് പരിശുദ്ധമായ പരമ്പര സ്വഹാബത്തിൻ്റെതാണ്. പിന്നീട് പരിശുദ്ധമായ പരമ്പര താബിഈങ്ങൾ, തബഅ താബിഈങ്ങൾ. ഇത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന പരമ്പരയെ സംബന്ധിച്ച് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നറിയിപ്പ് തന്നത് എന്താണ്? അവർ നേർച്ച പറയും, പക്ഷെ നേർച്ച വീഴൂല. അവർ സാക്ഷി പറയാ മുന്നോട്ട് വരും, പക്ഷെ അവരെ സാക്ഷിത്വം വേണ്ട. അത്രമേൽ അതപ്പതിച്ച സമൂഹമാണ് കാലാന്തരത്തിൽ നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്ന് ഹബീബുനാ മുഹമ്മദ് മുസ്തഫ. ആ കാലത്തിലേക്ക് ഈ പരിശുദ്ധമായ ഇസ്ലാമിന്റെ ദീനിന് എന്തെങ്കിലും കേടുപാട് സംഭവിച്ചാൽ അതിനെ മാറ്റി എഴുതുന്നവർ വന്നാൽ അതിനെ അർത്ഥശങ്കക്കിടയില്ലാതെ മുന്നോട്ട് വന്ന് നേതൃപദവിയിൽ വന്ന് തിരുത്തേണ്ടവരെ തിരുത്തി, ഇരുത്തേണ്ടവനെ ഇരുത്തി, നിർത്തേണ്ടവനെ നിർത്തി, അള്ളാഹുവിന്റെ ശരീഅത്തിന്റെ നിയമങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം വന്നാൽ അതിനെ ഒരിക്കലും അനുവദിക്കാതെ അള്ളാഹുവിന്റെ ദീൻ ഇവിടെ നിലനിൽക്കാൻ ആവശ്യമായ നേതൃത്വം നൽകുന്ന മുജദ്ദിദീങ്ങളെ ഈ ഉമ്മത്തിലേക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എല്ലാ 100 വർഷങ്ങളിലും അയക്കുമെന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളെ മലപ്പുറത്ത് ഒരു പയ്യൻ പണ്ട് പറഞ്ഞ പോലെ എന്താ എങ്ങനെ ഇരിക്കും?
ഇപ്പൊ എങ്ങനെ ഇരിക്കും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു വെച്ചിട്ട് പോയത് നടക്കാതിരിക്കാൻ പോകുന്നില്ല, അതൊരിക്കലും സംഭവിക്കാതിരിക്കാൻ പോകുന്നില്ല. മുജദ്ദിദീങ്ങൾ നിങ്ങളിലേക്ക് വരും, അവർ തഖ്വയുള്ളവരാണ്, അവർ സ്വാലിഹീങ്ങളാണ്. ആരാണ് മുജദ്ദിദ് എന്നതിനെ സംബന്ധിച്ച് മഹാരഥന്മാരായ മഹത്തുക്കൾ അല്ലാമ ഇബ്നു കസീർ റളിയല്ലാഹു അൻഹു അടക്കമുള്ള നിരവധി പണ്ഡിതന്മാർ മുജദ്ദിദിനെ കുറിച്ച് നിർവചനം എഴുതിയിട്ടുണ്ട്. നമ്മൾ ഇന്ന് മുജദ്ദിദ് എന്ന വാക്കിനെ എടുത്തു പഠിച്ച് ഈ കാലഘട്ടത്തിലെ സെർച്ച് എഞ്ചിനുകളിലൂടെ നമ്മൾ എന്താണ് മുജദ്ദിദ് എന്നൊരാൾ പഠിക്കാൻ തയ്യാറായി. ഒരു ഉദാഹരണം പറയാം. നബീലിന്റെ പ്രായത്തിലുള്ള മക്കളൊക്കെ അപ്ഡേറ്റഡ് ആണ്. അവർക്കിങ്ങനെ അധ്യാപകരോട് ചോദിച്ചു പഠിക്കേണ്ടി വരുന്നില്ല, ഉസ്താദിനോട് ചോദിച്ചു പഠിക്കേണ്ടി വരുന്നില്ല. സംശയ നിവാരണങ്ങൾ നിലവിലെ ഏറ്റവും അപ്ഡേറ്റഡ് ആയ സെർച്ച് എഞ്ചിനുകൾ ഉപയോഗിച്ചുകൊണ്ട് എല്ലാം വിരൽത്തുമ്പിലാണ്. ഈ സുനായുടെ മുമ്പിലേക്ക് എല്ലാം വന്നുകൊണ്ടിരിക്കുകയാണല്ലേ. ഇത് സുന എന്ന് പറഞ്ഞാൽ മോശമാക്കുന്നല്ല, വലിയ മഹാന്മാർ ഉപയോഗിച്ച വാക്കാണ്. സഹോദരങ്ങളെ, എന്തായാലും മുമ്പിലേക്ക് അവന്റെ വിരൽത്തുമ്പിലേക്ക് ചാറ്റ് ജിപിടിയും ഗൂഗിൾ ജെമിനിയും ഷെയ്ഖ് ഗൂഗിള്, ഷെയ്ഖ് യൂട്യൂബ്, നമ്മളെ ഉമ്മമാരൊക്കെ ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാർ ഇതിന് അഡിക്റ്റഡ് ആണ്. പണ്ടൊക്കെ പുകവലിക്ക് സിഗരറ്റ് വലിക്കുന്നതിന് കാക്കന്മാർ അഡിക്റ്റ് ആയതുപോലെ ഇന്ന് ഉമ്മമാര് ഒന്ന് കണ്ടു നോക്കുക, യൂട്യൂബിൽ ഒന്ന് കണ്ടു നോക്കുക, ഉസ്താദിന്റെ പ്രസംഗം നല്ല കാര്യമാണ്. അഡിക്റ്റഡ് ആവുകയാണ്, അഡിക്ഷൻ വരികയാണ്. നമ്മുടെ കൊച്ചുമക്കൾ 2K കിഡ്സ് എന്ന് നമ്മളൊക്കെ പറയുന്നുണ്ടെങ്കിൽ അവർ അങ്ങനെ 2K കിഡ്സ് എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റൂല. അവർ നല്ല ബുദ്ധിയുള്ളവരും നല്ല ചിന്താശേഷിയുമുള്ള മക്കളാണ്. ആ മക്കളുടെ ഇടയിലേക്ക് മോനെ അള്ളാഹുവിന്റെ റസൂലിന്റെ ഒരു വാക്കുണ്ട്, ആരാണ് മുജദ്ദിദ് എന്നെനിക്കൊന്ന് പറഞ്ഞതാന്ന് ഒരു വല്ലുപ്പാപ്പ മോനോട് പറഞ്ഞ അവനോട് പോയി മുജദ്ദിദ് ചർച്ച ചെയ്യും, ചാറ്റ് ജിപിടിയോട് ചോദിക്കും. അപ്പൊ ചാറ്റ് ജിപിടി പറഞ്ഞു കൊടുക്കും, ആ ദീനിനെ പുതുക്കിയാളെന്നർത്ഥം, ദീനിനെ പരിഷ്കൃതമാക്കിയാൽ. അത് വാക്കർത്ഥം കൊണ്ട് പെശ കൊണ്ട് ദീനിനെ പുതുക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ദീനിന്റെ നിയമങ്ങളെ മാറ്റി എഴുതാൻ പറ്റുമോ? പറ്റൂല. വാക്കർത്ഥം മാത്രം മനസ്സിലാക്കിയാൽ അതിനകത്ത് ഒരുപാട് പെശകുണ്ട്. അപ്പോ നമ്മെ വല്ലാതെ തെറ്റിദ്ധരിപ്പിക്കുന്ന, ഇത് ശരിയാണ് എന്ന് തോന്നിപ്പിക്കത്തക്ക വണ്ണമുള്ള ഇൻഫർമേഷനുകൾ ഇന്ന് നമ്മുടെ കുട്ടികളുടെ മുന്നിൽ, നമ്മുടെ ഈ കാലഘട്ടത്തിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മുടെ മുന്നിൽ എല്ലാം കയ്യിലെത്തുകയാണ്. ഈ അടുത്തൊരു സുഹൃത്തിന്റെ വാട്സാപ്പ് സ്റ്റാറ്റസ് കണ്ട് ഞാൻ പറഞ്ഞു, മോനെ നീ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം, നീ എനിക്ക് ഉംറയ്ക്കല്ലേ, നീ ഉംറയ്ക്ക് പോയതല്ലേ, ദുആ ഇറക്കണം. അത് തങ്ങളെ ഒരു ചെറിയൊരു ട്രിക്കാണ്. എന്താ ട്രിക്ക്? ഞാൻ ചോദിച്ചു, എന്താ നിന്റെ ട്രിക്ക്? അത് ചാറ്റ് ജിപിടിയോട് എന്റെ ഫോട്ടോ വെച്ചിട്ട് പറഞ്ഞു, പ്ലീസ് ഗിവ് മീ മൈ ഉംറ ട്രിപ്പ് വിത്ത് മൈ ഫാമിലി. നല്ലൊരു ഫോട്ടോ, അടിപൊളി ഒരു ഫോട്ടോ, ഇങ്ങനെ കഅബാലയത്തിന് മുന്നിൽ തവാഫ് ചെയ്യുന്ന സൂപ്പർ ഒരു ഫോട്ടോ അവൻ കിട്ടി. ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പരിപാടിയല്ലേ. കല്യാണം പോലും കഴിച്ചിട്ടില്ലാത്ത അവൻ, അതിന് പ്രായം പോലും ആയിട്ടില്ല. ആ പ്രായത്തിൽ നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരന്റെ വാട്സാപ്പ് DP നോക്കുമ്പോ മാഷാ അല്ലാഹ് കുടുംബസമേതം നിൽക്കുകയാണ്, ഭാര്യയുണ്ട്, മക്കളുണ്ട്. എടാ ഞാൻ ചോദിച്ചു, നിന്റെ കല്യാണം എപ്പോ കഴിഞ്ഞ്? നീ വിളിച്ചില്ലല്ലോ, കുറെ നാളെ സംസാരിച്ചിട്ട്. എനിക്ക് അത്ഭുതം തോന്നി, എടാ നിന്റെ കല്യാണം എപ്പോ കഴിഞ്ഞു? അതും ഒരു ട്രിക്കാണ്. എന്താ ട്രിക്ക്? പ്ലീസ് ഗിവ് മീ മൈ ഫാമിലി ഫോട്ടോ. ചാറ്റ് ജിപിടിയോട് നല്ലൊരു ഫോട്ടോ എടുത്തപ്പോ ലോകത്ത് എവിടോ കിടന്നുറങ്ങുന്ന ഒരു പെണ്ണിനെയും ചേർത്ത് വെച്ച്, നല്ല സുന്ദരന്മാരായ മക്കളൊക്കെ ചേർത്ത് വെച്ചൊരു ഫോട്ടോ ചാറ്റ് ജിപിടി കൊടുത്തു. കണ്ടു നിൽക്കുന്ന നമ്മൾ വിഡ്ഢികളാണ്. എങ്ങനെ കണ്ടാൽ എന്ത് ഭംഗിയുള്ള ഫോട്ടോ ആയിരിക്കും, കണ്ടാൽ ഒറിജിനാലിറ്റി നൽകുന്ന ഇൻഫർമേഷനുകൾ ഇന്നത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ നമ്മളെ 2K കിഡ്സിനെ വല്ലാണ്ട് അവർ അഡിക്ഷൻ ആക്കുന്നുണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അമ്മമാരെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതൊക്കെ ഉപയോഗിക്കേണ്ട കാര്യങ്ങളാണോ എന്ന് ചോദിച്ചാൽ തന്നെ കാര്യങ്ങളെ ചോദിച്ചു മനസ്സിലാക്കേണ്ടത്, ചോദിച്ചു പഠിച്ചു തന്നെ മനസ്സിലാക്കേണ്ടവകളെ അങ്ങനെ തന്നെ വേണമെന്ന് ഭാരതന്മാരായ പഠിപ്പിക്കുമ്പോൾ, സുഹൃത്തുക്കളെ, മഹാനായ അല്ലാമാ ഇബ്നു കസീർ റളിയല്ലാഹു അൻഹു എന്താണ് മുജദ്ദിദ് എന്നതിനെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. യഹ്യാ മൻ ദറസ മിൻ മആലിമിദ്ദീൻ, യഹ്യാ മൻ ദറസ മിൻ മആലിമിദ്ദീൻ.
ആരാണ് മുജദ്ദിദ് എന്ന് ഹദീസുകളിലൂടെ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ദീനിന്റെ പരിഷ്കർത്താവ് ആരാണെന്നറിയുമോ? മഹാനായ അല്ലാമ ഇബ്നു കസീർ തങ്ങൾ പറയുന്നു, അല്ലാഹുവിന്റെ ദീനിന്റെ അടയാളങ്ങൾക്ക്, പടച്ച റബ്ബിന്റെ ദീനിന്റെ നിയമങ്ങൾക്ക് എന്തെങ്കിലും തേയ്മാനം വന്നാൽ, മൂല്യങ്ങൾക്ക് മാറ്റം വന്നാൽ, 63 വർഷക്കാലം അല്ലാഹുവിന്റെ റസൂൽ ഈ ഭൂമി ലോകത്ത് ജീവിച്ചിട്ട് പരിശുദ്ധ ഇസ്ലാമിന് കൈമറിഞ്ഞു തന്നൊരു ശരിയായ ഓക്സിജൻ ലെവലുണ്ട്, ഒരു ശരിയായ സ്ട്രെങ്ത് ഉണ്ട്, ഒരു ശരിയായ പവറുണ്ട്. അതിനൊരു മാറ്റവുമില്ലാതെ ലോകാവസാനം വരെ നിലനിൽക്കേണ്ടുന്ന പരിശുദ്ധമായ ദീനിന് എന്തെങ്കിലും തേയ്മാനം വന്നാൽ ആ തേയ്മാനങ്ങൾക്ക് നല്ല പ്രഭയാർന്ന പ്രകാശം കൊടുക്കുന്ന ജോലി ചെയ്യുന്നവരാ മുജദ്ദിദ് എന്ന് അല്ലാമ ഇബ്നു കസീർ റളിയല്ലാഹു അൻഹു. ഇത് ആലപ്പുഴ മുനിസിപ്പാലിറ്റി ആണല്ലേ? മുനിസിപ്പാലിറ്റി അല്ലേ? ആണോ? ഈ ആലപ്പുഴ മുനിസിപ്പാലിറ്റിയിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് നെൽപ്പുര. ഈ നെൽപ്പുരയുടെ വിവിധ ഭാഗങ്ങളിലെ ജംഗ്ഷനുകളിൽ ഒരു ബോർഡുണ്ട്, ഓരോ ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട്. ഈ ബോർഡുകൾക്ക് 10ഉം 20ഉം വർഷം ആരെങ്കിലും ആദ്യമായി സ്ഥാപിച്ച ബോർഡാണോ? അത് കാലാകാലം ഇരിക്കത്തില്ലല്ലോ, അതിന് ചെറിയ ഭംഗിക്കേട് വരും. ആ ബോർഡിലെ പേരുകൾക്ക് തേയ്മാനം സംഭവിക്കും. നെൽപ്പുര എന്ന് എഴുതി വെച്ചിരിക്കുന്ന ബോർഡിൽ നെല്ല് മാത്രമായാൽ നെൽപ്പുര എന്ന് വായിക്കാൻ പറ്റുമോ? പുര കാലാന്തരത്തിൽ അങ്ങ് മാഞ്ഞു പോയി എന്ന് കൂട്ടിക്കോ. 10 വർഷം 20 വർഷം കഴിഞ്ഞപ്പോ നെൽപ്പുര എന്ന് എഴുതി വെച്ചിരിക്കുന്ന ബോർഡില് ആ പുര അങ്ങ് മാഞ്ഞു പോയി. അപ്പൊ മുനിസിപ്പാലിറ്റി ഇടപെടുകയാണ്, ആ ബോർഡ് സ്ഥാപിച്ചത് മാറ്റണം, നെൽപ്പുര എന്ന് ശരിയായി എഴുതണം. അള്ളാഹുവിന്റെ ദീനിന്, അതിന്റെ നിയമങ്ങൾക്ക് എന്തെങ്കിലും തേയ്മാനം വന്നാൽ ആ തേയ്മാനത്തെ പ്രഭയാർന്ന നിലയ്ക്ക് മാറ്റേണ്ടെന്ന ജോലി ചെയ്യുന്നവരാണ് മുജദ്ദിദ് എന്ന് അല്ലാമ ഇബ്നു കസീർ റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, അല്ലാതെ ഒരിക്കലും മുജദ്ദിദിന് ആരെല്ലാം എത്രയോ വേണ്ടാത്ത അർത്ഥങ്ങളാണ് വിരവിൽക്കുന്നത്. പരിഷ്കർത്താവെന്ന് ഇസ്ലാമിന്റെ വിശ്വാസങ്ങളെ മാറ്റം വരുത്തി വെട്ടിക്കുറിച്ച് കൂട്ടിച്ചേർത്ത് ആരാധനകളെ വികലപ്പെടുത്തി ഇസ്ലാമിന് കാലത്തിന്റെ ഗതി അനുസരിച്ച് ദുർവ്യാഖ്യാനിച്ച് മതത്തെ മാറ്റം വരുത്തുന്നവരുടെ പേരല്ല മുജദ്ദിദ് മാത്രമോ? പിന്നെ എങ്ങനെയാണ് മുജദ്ദിദിനെ അർത്ഥം വെക്കേണ്ടത്? അള്ളാഹുവിന്റെ ദീനിന്റെ നിയമങ്ങൾക്ക് എന്തെങ്കിലും തേയ്മാനം വന്നാൽ ആ തേയ്മാനങ്ങൾക്ക് പ്രഭ കൊടുക്കുന്ന ജോലിയാണ് ഈ ഉമ്മത്തിലേക്ക് എല്ലാ 100 വർഷങ്ങളിലേക്കും കടന്നു വരാനുള്ള മുജദ്ദിദീങ്ങൾ ചെയ്യുന്ന ജോലി എന്ന് അല്ലാമ ഇബ്നു കസീർ റളിയല്ലാഹു അൻഹു. സഹോദരങ്ങളെ, നമ്മൾ ഇത്രയും നേരം തഖ്വയെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. അല്ലാഹു നമുക്ക് തഖ്വയുള്ളവരാകാൻ തൗഫീഖ് നൽകട്ടെ. തഖ്വയുള്ളവരാണ് മുജദ്ദിദീങ്ങളായി വരുന്നതെന്ന് നമ്മൾ പറഞ്ഞു. കയ്യിൽ 4 തസ്ബീഹും നല്ല വളയും നല്ല മോതിരവും 10 മോതിരമൊക്കെ ഇട്ടവരും മുജദ്ദിദായി കണക്കാക്കാൻ പറ്റൂല, തഖ്വയുള്ളവരാണെന്ന് കണക്കാക്കാൻ പറ്റൂല. ആരാണ് തഖ്വയുള്ളവർ? ഇംതിസാലു അവാമിരില്ലാഹ് വജ്തിനാബി നവാഹി. അല്ലാഹ് പറഞ്ഞ കാര്യങ്ങൾ അനുസരിക്കുന്നവൻ. സിമ്പിളായി പറഞ്ഞു, വിശാലമായ ഭാഗത്തേക്ക് പോകാനുണ്ട്. സിമ്പിളായി പറഞ്ഞാൽ അല്ലാഹ് പറഞ്ഞ കാര്യങ്ങൾ അനുസരിക്കുക, അല്ലാഹ് വിരോധിച്ച കാര്യങ്ങളെ ഞങ്ങൾ ഒഴിവാക്കുക. വളരെ സിമ്പിളായ അർത്ഥം വെച്ചാൽ. അപ്പൊ സിമ്പിളായ അർത്ഥം വെക്കുമ്പോൾ അതൊരു സിംപ്ലിസിറ്റി വേണ്ട. അല്ലാഹ് പറഞ്ഞ കാര്യങ്ങളല്ല നിസ്കരിക്കുക, ഞാൻ നിസ്കരിക്കുന്നുണ്ട്. നോമ്പ് നോക്കാം, ഞാൻ നോമ്പ് നോക്കുന്നുണ്ട്. പറ്റുമെങ്കിൽ ഹജ്ജ് ചെയ്യാൻ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹ് വിരോധിച്ച കുറെ കാര്യങ്ങളുണ്ട്, പാടില്ല. കള്ളു കുടിക്കുന്നുണ്ടോ? സൂക്ഷിച്ചു. നീ പണം കൊണ്ട് കളിക്കുന്നുണ്ടോ? സൂക്ഷിച്ചോ. പലിശയുമായി ബന്ധപ്പെടുന്നുണ്ടോ? തഖ്വയില്ല. പലിശ വാങ്ങുന്നോ കൊടുക്കുന്നോ? തഖ്വയില്ല. ഇന്ന് ഈ കാലത്തിൽ, വർത്തമാന കാലത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ചിന്തിക്കണം, അപകടകരമായ ഒരു അവസ്ഥ നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. നമ്മുടെ മുന്നിലേക്ക് ഈ ഉമ്മത്ത് ഖിയാമത്ത് നാളിലേക്ക് വരുമ്പോൾ പലിശയുടെ ഒരു പൊടിയെങ്കിലും ഉള്ളിൽ പോകാതെ ഖിയാമത്ത് നാളിന്റെ ഉമ്മത്തിലേക്ക് വരികയില്ലെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്.
സഹോദരങ്ങളെ, എത്ര അപകടകരമായ അവസ്ഥയിലാണ് ഞാനും നിങ്ങളും കടന്നു പോകുന്നത്. ഒരു കടയിൽ നമ്മൾ ഒരു ലാപ്ടോപ്പ് മേടിക്കാൻ പോയി, അല്ലെങ്കിൽ നിസ്സാരം ഒരു മൊബൈൽ ഫോൺ വാങ്ങാൻ പോയി. അപ്പൊ നമ്മുടെ കയ്യിൽ 10,000 രൂപ കയ്യിലുണ്ടെന്ന് കൂട്ടിക്കോ. ഫോണിന് 25,000 രൂപ വിലയാണ്. കടയിലെ സെയിൽസ്മാൻ പറയാണ്, ഉസ്താദെ 14 ഉള്ളൂ, ബാക്കി 15 അത് ഉസ്താദ് ഘട്ടം ഘട്ടമായിട്ട് അടച്ചാൽ മതി, ഘട്ടം ഘട്ടമായിട്ട് അടച്ചാൽ മതി. പറയുമ്പോൾ ഘട്ടം ഘട്ടമായിട്ട് അടച്ചാൽ മതി എന്ന് പറയുമ്പോൾ കേൾക്കാൻ നല്ല സുഖമുണ്ട്. എത്ര 15 അങ്ങ് ഡിവൈഡ് ചെയ്യും. ഉസ്താദ് അത് 1,500 വെച്ച് മാസം അടച്ചാൽ മതി. ആദ്യം ഒരു നോ കോസ്റ്റ്, ആദ്യം ഒരു ചാർജ്, സർവീസ് ചാർജ്, ആദ്യം ഒരു സർവീസ് ചാർജ്, ഒരു 1,250 രൂപ. എടാ മോനെ, അത് തന്നെയാണ് നീ കൊടുത്ത പലിശ. എന്താ ചിന്തിക്കാൻ പറ്റുന്നില്ലേ? ചിന്തിക്കണം സഹോദരങ്ങളെ, എത്രത്തോളം ഒരു മുഅ്മിനായ മനുഷ്യന്റെ ജീവിതത്തിൽ നിന്ന് തഖ്വ ഊരിപ്പോകുന്നു. അല്ലാഹുവേ നീ കാത്തുരക്ഷിക്കണേ റഹ്മാനെ. അപ്പൊ ചെയ്യാൻ പറഞ്ഞത് ചെയ്യുക എന്നത് മാത്രമല്ല തഖ്വ. ചെയ്യാൻ പാടില്ല, ഇന്നതിലേക്ക് അടുക്കാൻ പാടില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പ്രത്യേകം നിർദ്ദേശിച്ചു തരുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ പറഞ്ഞാൽ പെട്ടെന്ന് ഒതുക്കാൻ കഴിയുന്ന ഒരു വാക്കല്ല തഖ്വ. അത്രമേൽ അർത്ഥഗാംഭീര്യതയുള്ള, അത്രമേൽ ആഴത്തിലേക്ക് ഇറങ്ങി ചിന്തിച്ചാൽ സ്വാലിഹീങ്ങൾക്ക് മാത്രം, അഥവാ അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമായി നല്ല സൂക്ഷ്മ ജീവിതം നയിക്കാൻ കഴിയുന്ന ഒരു മേഖലയാണ് തഖ്വയുടെ ജീവിതം. അങ്ങനെ ചരിത്രം പരിശോധിച്ചാൽ അത്തരം തഖ്വയുള്ള ജീവിതം നയിച്ച, അത്രമേൽ തഖ്വയുള്ള ജീവിതം നയിച്ച് മുജദ്ദിദീങ്ങളിൽ ഏറ്റവും ഉന്നതമായ സ്ഥാനത്തേക്ക് എത്തിയ മഹാനാ ശൈഖ് അബ്ദുൽ ഖാദിർ അൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. നമുക്കറിയാം സഹോദരങ്ങളെ, ഹിജ്റയുടെ 470 പരിശുദ്ധമായ റമദാനിന്റെ 1 ഇറാനിലെ ജീലാനിൽ ജനിച്ച മഹാന് ഈ ആലപ്പുഴ ജില്ലയിലെ ഒരു ഭാഗത്ത് ഒരുപറ്റ സാധുക്കൾ അനുസ്മരിക്കാൻ അല്ലേ, ഇറാനിലെ ജീലാനില് റമദാൻ 1 470 ഹിജ്റ വർഷത്തിൽ ജനിച്ച മഹാനെ ആലോചിക്കണം. നമ്മൾ ആലപ്പുഴ ജില്ലയിലിരുന്ന് അനുസ്മരിക്കാൻ. എന്താ നമ്മൾ വായിച്ചല്ലോ അല്ലേ, ദിക്റുൽ വാർഷികവും ജീലാനി അനുസ്മരണവും ഒക്കെ നമ്മൾ നടത്തുന്നു. നമ്മളിവിടെ അല്ലേ ടൈറ്റിൽ വെച്ചു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കതെന്നും നിലനിർത്താൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്കത് നിലനിർത്താൻ തൗഫീഖ് നൽകട്ടെ. നിങ്ങൾ കേൾക്കണോ, ലോകത്തിലെ തന്നെ ഏറ്റവും ഉന്നതമായ കലാലയങ്ങളിലെ പ്രധാനപ്പെട്ട ഇസ്ലാമിക കലാലയമാണ് ഈജിപ്തിലെ ജാമിഅ അൽ അസ്ഹർ. നമ്മൾ എങ്ങോട്ട് തിരിഞ്ഞാ നിസ്കരിക്കുന്നത്? എങ്ങോട്ട് നിസ്കരിക്കുന്ന? കഅബാലയത്തിലേക്ക് നോക്കിയല്ലേ? പടിഞ്ഞാറോട്ട് നമ്മൾ നിന്ന് നിസ്കരിക്കുകയാണ്. ആ പടിഞ്ഞാറോട്ട് കഅബാലയത്തിലോട്ട് നോക്കി നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത് അല്ലാഹുവേ അവിടെ കഅബയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഞങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി തിരിയാൻ കൽപ്പിച്ച സ്ഥലം കഅബ. എന്നാൽ സ്വാലിഹീങ്ങൾ പഠിപ്പിച്ചു, ഇൽമിന്റെ വൈജ്ഞാനിക ഇൽമാകുന്ന വൈജ്ഞാനിക കേന്ദ്രങ്ങളുടെ ഖിബില എന്ന് ഈജിപ്തിലെ അൽ അസ്ഹർ യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ച് മഹാനായ നമ്മുടെ നാട്ടിൽ നിന്ന് അതുപോലുള്ള സ്വാലിഹീങ്ങളൊക്കെ പോയി. പാണക്കാട് സയ്യിദ് ശിഹാബ് അലി തങ്ങൾ ഒരു സൗകര്യവും ഇല്ലാത്ത സമയത്ത് മഹാനുഭാവൻ കപ്പൽ കയറി ഈജിപ്തിലെ അൽ അസ്ഹർ പോയി പഠിച്ച് അസ്ഹരിയായ എന്ന മഹാനാണ്. അല്ലാഹുവിന്റെ ദർജയേറ്റി കൊടുക്കട്ടെ, അല്ലാഹുവിന്റെ ദർജയേറ്റി കൊടുക്കട്ടെ. അങ്ങനെ ഒരുപാട് മഹാരഥന്മാർ നമ്മുടെ നാട്ടിൽ നിന്ന് ഇൽമു നുകരാൻ വേണ്ടി ഇൽമിന്റെ വൈജ്ഞാനിക ഖിബിലയിലേക്ക് യാത്ര പോയിട്ടുണ്ട്. അത്രമേൽ ചരിത്ര പ്രധാനമായ ഈജിപ്തിലെ അൽ അസ്ഹർ യൂണിവേഴ്സിറ്റിയിൽ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ ഇന്തോനേഷ്യയിൽ നിന്ന്, അമേരിക്കയിൽ നിന്ന്, ജർമ്മനിയിൽ നിന്ന്, യുകെയിൽ നിന്ന്, കാനഡയിൽ നിന്ന്, വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇൽമു പഠിച്ചു പോകുമ്പോൾ 1,00,000-ൽ പരം പെൺകുട്ടികൾ മാത്രമേ ഇന്തോനേഷ്യയിലുള്ളവർ അൽ അസ്ഹർ യൂണിവേഴ്സിറ്റിയിൽ പഠിതാക്കളാണ്. ഇന്നും സ്ഥിരം അഡ്മിഷനാണ്. 1,00,000 വിദ്യാർത്ഥികൾ സ്ഥിരം അഡ്മിഷനാണ്. ഇന്തോനേഷ്യൻ വിദ്യാർത്ഥിനികൾ 1,00,000 അഡ്മിഷൻ സ്ഥിരമാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോ ആ വിദ്യാർത്ഥികളെല്ലാം, വിദ്യാർത്ഥിനികൾ അടക്കം ലോകത്തിന്റെ നാനാദിക്കുകളിൽ വന്ന് ഇൽമു നുകരുന്ന അൽ അസ്ഹർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വിജ്ഞാനം നുകർന്ന് അവിടുന്ന് ആദർശം പഠിച്ചു പോകുമ്പോൾ ആ ആദർശത്തിലെ പ്രധാനമാണ് ഒരു റബീഉൽ ആഖിർ വന്നാൽ നിങ്ങൾ ശൈഖ് ജീലാനി തങ്ങൾ അനുസ്മരിക്കുക എന്നത്.
ഈ ഉള്ളവനും കുറച്ചു കാലം അൽഹംദുലില്ലാഹ് അവിടെ പഠിക്കാൻ സൗകര്യമുണ്ടായി. അല്ലാഹു ആ കാലയളവിൽ മഹാരഥന്മാർ ഒരുപാട് സിയാറത്ത് ചെയ്യാൻ ഭാഗ്യം ലഭിച്ചു. അല്ലാഹുവിനൊക്കെ മദദ് ഷറഫ് ഈ മജ്ലിസിൽ തന്ന അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെ ആലപ്പുഴ ജില്ലയിലെ ഒരു ഭാഗത്ത് മാത്രമായി ഒതുങ്ങിക്കൂടി നമ്മൾ നടത്തുന്ന ഒരു നിസ്മരണമാണെന്ന് ചിന്തിക്കണ്ട, ഒരിക്കലും അങ്ങനെ ചിന്തിക്കണ്ട. ലോകത്തിന്റെ നാനാദിക്കുകളിലേക്ക് അള്ളാഹുവിന്റെ ദീനിന്റെ ഇന്തിശാറുമായിട്ട് അള്ളാഹുവിന്റെ ദീനിന്റെ ദഅവത്തുമായിട്ട് പോയപ്പോൾ സഹോദരങ്ങളെ, ആ പ്രദേശത്തെല്ലാം തന്നെ ശൈഖ് ജീലാനി തങ്ങളെ അനുസ്മരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് വരുന്ന 23-ാം തീയതി മസ്താൻ പള്ളിയിൽ നമ്മുടെ അനുസ്മരണം നടക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അതെല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. ഇങ്ങനെ ലോകത്തിന്റെ നാനാദിക്കുകളിൽ സ്മരിക്കത്തക്കവണ്ണം എന്താണ് ശൈഖ് ജീലാനി തങ്ങളിലുള്ളത്? അവിടുന്ന് ഉമ്മ വഴിയും സയ്യിദാണ്, അവിടുന്ന് വാപ്പ വഴിയും സയ്യിദാണ്. സയ്യിദുനാ അബ്ദുൽ ഖാദിർ ജീലാനി. ഒരു തർളിയത്ത് ചൊല്ലുമോ? അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു. സഹോദരങ്ങളെ, ഉമ്മമാരെ, ഉമ്മ വഴിയും ബാപ്പ വഴിയും സയ്യിദ്. നിങ്ങൾ ശ്രദ്ധിക്കണം, സയ്യിദിനാ ഹസൻ റളിയല്ലാഹു അൻഹുവിലും സയ്യിദിനാ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിലും ചെന്നു ചേരുന്ന പരമ്പര. അവിടുത്തെ ഉമ്മയുടെ പേര് ഉമ്മുൽ ഖൈർ ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ. അവിടുത്തെ ബാപ്പയുടെ പേര് അബീ സ്വാലിഹ് റളിയല്ലാഹു അൻഹു. വലിയ സൂഫി വര്യന്മാരാണ്, സൂഫി പരമ്പരയാണ്. നമ്മൾ ആലോചിക്കണം, നമ്മുടെ മക്കള് നന്നാവുന്നില്ല എന്നൊരു ഉസ്താദിനോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുമ്പോൾ എന്താ കേൾക്കണങ്ങള്? എന്റെയും നിങ്ങളുടെയും മക്കള് അവൻ പറഞ്ഞിട്ട് അനുസരിക്കുന്നില്ല, അവൻ പറഞ്ഞാൽ അനുസരിക്കാൻ വേണ്ടിട്ടൊന്ന് ദുആ ചെയ്യ്. എന്ത് നേർച്ച വേണമെങ്കിലും ഞാൻ ചെയ്യാം. ഒരു സഹോദരൻ ഈ അടുത്ത് അവന്റെ പ്രിയപ്പെട്ട മകളുടെ സങ്കടം എന്ന് പറഞ്ഞിട്ട് ചത്തിത്തി കരഞ്ഞുപോയി. തന്റെ മകള് തന്റെ മുമ്പിൽ നിന്ന് ഇറങ്ങിപ്പോവുകയാണ് അന്യൊരു പുരുഷന്റെ ഓടൊപ്പം. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്ത് ദുരവസ്ഥയാണ് സഹോദരങ്ങളെ. എന്നിട്ട് ആ പിതാവ് രഹസ്യമായി പറഞ്ഞൊരു കാര്യം, പേര് പറയുന്നില്ല എന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ, നിങ്ങളത് മനസ്സിലാക്കണം. അദ്ദേഹം പറയാൻ, ഞാൻ എന്റെ ബാപ്പനും ഉമ്മനെ അത്രമേൽ വിഷമിപ്പിച്ചിട്ടുണ്ട് നിങ്ങളെ. ഇപ്പൊ കുറ്റബോധമുണ്ട്. നിങ്ങൾ ആലോചിച്ചു നോക്ക്. എത്ര ചിന്തിപ്പിക്കേണ്ട ഒരു കാര്യമാണ് ആ സഹോദരൻ പങ്കുവച്ചത്. നമ്മൾ നമ്മുടെ ഉമ്മയും ബാപ്പയും എത്രത്തോളം ആദരിച്ചോ സ്നേഹിച്ചോ ചേർത്ത് പിടിച്ചോ നമ്മുടെ മക്കൾ അതുപോലെ തരും. അല്ലാഹു നമ്മുടെ സന്താനങ്ങളെ സന്താന പരമ്പരകളെ നന്നാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളെ അപേക്ഷിച്ച് അങ്ങനെ ഒന്നും ചിന്തിക്കാനില്ല. ഉമ്മയും നല്ല സൂഫിയത്താണ്, ബാപ്പയോ അതിനേക്കാളും വലിയ സൂഫിയാണ്. സൂഫി ജീവിതം തലയിൽ കയറിയിട്ട് വിവാഹം പോലും വേണ്ട എന്ന് തീരുമാനിച്ച മഹാനായ അബീ സ്വാലിഹ് റളിയല്ലാഹു അൻഹു. ഈ കാലഘട്ടത്തില് മൈ ബോഡി മൈ ചോയ്സ് എന്ന് പറയുന്ന ചെറുപ്പക്കാരെ, നിങ്ങളെ കുറിച്ചല്ല, എന്റെ ശരീരമാണ്, എന്റെ തീരുമാനമാണ്, ഞാൻ തോന്നിയ കല്യാണം കഴിക്കില്ലെങ്കിൽ വേണ്ട. എന്റെ പൊന്നങ്ങളെ, കല്യാണം കഴിക്കല് വലിയ റിസ്ക് ആണ്, റിസ്കി എലമെന്റ് ആണ്, വേണ്ട, ഒന്നും വേണ്ട. ചില ചെറുപ്പക്കാരെ സങ്കടം എന്താ? 32 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ, അവൻ പെണ്ണ് കാണാൻ പോയി. എത്ര വയസ്സുള്ള പെണ്ണിനെയാ? 28 വയസ്സുള്ള. ആ 28 വയസ്സുള്ള പെണ്ണ് പറയാണ് ഓവർ ഏജ് ആണ് ചെറുപ്പക്കാരൻ. 32 വയസ്സിന്റെ ചെറുപ്പക്കാരൻ പെണ്ണ് കാണാൻ പോയ പെണ്ണിന് 28 വയസ്സുണ്ട്. അവള് പറയാണ് എന്നെ കാണാൻ വന്ന ആള് ഓവർ ഏജ് ആണ്. അത്രേ ഉള്ളൂ ചിന്തിക്കാൻ. മനസ്സിലായോ? അപ്പോ മൈ ബോഡി മൈ ചോയ്സ് എന്ന് നമ്മുടെ ചെറുപ്പക്കാരെന്ന് പറഞ്ഞ് വിവാഹ ജീവിതത്തെ വല്ലാതെ കളിയാക്കുന്നുണ്ട്. ഈ അടുത്തൊരു നിക്കാഹിന്റെ മജ്‌ലിസ് ഇതൊക്കെ പറഞ്ഞു പോകുന്നത് നിങ്ങളൊക്കെ ഇത് ഓർത്ത് മനസ്സിലാക്കി വെക്കണം. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മക്കൾ വിവാഹം കഴിക്കാൻ തയ്യാറായി വരുമ്പോഴേ മനസ്സിലാക്കി കൊടുക്കണം. എടാ, നിന്റെ മഹറത്ര അത് ഉസ്താദിരിക്കും, മഹറത്ര ഉസ്താദിരിക്കും. അത്രേ ഉള്ളൂ അവൻ അറിവ്, അത്രേ അവൻ അറിയൂ. അവന് അറിവില്ലായ്മ അവിടെ കളിയാക്കാനുള്ള വേദിയല്ല. ഞാൻ ചോദിച്ചോളാം, നീ താലി കൊടുക്കുന്നുണ്ടോ? താലി കൊടുക്കുന്നു. അതെത്ര ഉണ്ട്? അത് 35 ഗ്രാമുണ്ട്. ഇനി അതിനകത്ത് നീ അവകാശം പറഞ്ഞു പോവരുത്. അതാണ് നിന്റെ മഹർ. വേറൊരു സ്ഥലത്ത് എടാ മോനെ മഹർ എന്താണ്? വിവാഹ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന ചെറുപ്പക്കാരെ, ശബ്ദം ശ്രവിക്കുന്ന പെങ്ങന്മാരെ, നിങ്ങളിതൊക്കെ മനസ്സിലാക്കണം. മഹാനായ ശൈഖ് ജീലാനി തങ്ങളുടെ ഉമ്മ, മഹാനായ ശൈഖ് ജീലാനി തങ്ങളുടെ വാപ്പ,
മഹാനായ ശൈഖ് ജീലാനി നിങ്ങളുടെ വാപ്പ അല്ലാഹ് എന്ന ചിന്ത വെച്ചിട്ട് വിവാഹം പോലും വേണ്ട എന്ന് വെച്ചു. അല്ലാഹ് എന്ന ചിന്ത വെച്ചിട്ട് പടച്ചവനെ നീ മാത്രമാണ് എന്റെ ലക്ഷ്യം. അങ്ങനെയുള്ള ചിന്തയുള്ളവർ ഈ കാലയളവിൽ ഇല്ല. ഉണ്ടോ? ചിന്തിക്കണം. മഹാനായ അബീ സ്വാലിഹ് റളിയല്ലാഹു അൻഹു ശൈഖ് ജീലാനി തങ്ങളുടെ പിതാവ് ബാവാ മോദോഗീന്ന് ഖുത്ബായി വന്നോവർ പാനം ആദേഴിയിലും കേളി മികച്ചോവർ ബിൽ ഖുതുബി റബ്ബാനി വൽ ഗൗസി സമദാനി നജീന മിൻ കുല്ലി ആഫാതി യാ അല്ലാഹ്. ബാപ്പാന്റെ മുതുകിൽ കിടക്കുമ്പോൾ തന്നെ ഉമ്മാന്റെ ഗർഭപാശയത്തിലേക്ക് ബാപ്പാന്റെ ആ പരിശുദ്ധമായ അവരുടെ ദാമ്പത്യ ജീവിതത്തിലൂടെ ഉമ്മയിലൂടെ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ വരുമ്പോൾ ബാപ്പാന്റെ മുതുകിൽ കിടന്ന് തന്നെ വലിയായി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്ഥാനം കൊടുക്കണമെങ്കിൽ, സന്താന പരമ്പര സംശുദ്ധമാകണമെങ്കിൽ വാപ്പാ ഉമ്മാ എന്റെയും നിങ്ങളുടെയും ജീവിതം എത്രത്തോളം ശുദ്ധീകരിക്കാമോ അവിടെയാണ് നമ്മുടെ സന്താന പരമ്പരകൾ നല്ലതാകുന്നത് എന്ന് മഹാനായ ശൈഖ് ജീലാനി തങ്ങളുടെ പിതാമഹന്മാര് അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ പഠിക്കാൻ കഴിയുന്നു. നമ്മൾ പറഞ്ഞു വാപ്പ വഴിയും സയ്യിദാണ്, ഉമ്മ വഴിയും സയ്യിദാണ് അല്ലേ? നേരത്തെ തമാശക്കാണെങ്കിലും ഞാൻ പറഞ്ഞു ആലപ്പുഴ ഇപ്പോ തങ്ങന്മാരെ കൊണ്ട് ചവിട്ടിയടക്കാൻ പറ്റുന്നില്ല. ചില തങ്ങന്മാരോട് കുരുത്തം കെട്ട ചോദ്യമുണ്ട്, നിങ്ങൾ ഒറിജിനൽ സയ്യിദാണോ, നിങ്ങൾ ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ? ഒറിജിനലാണ്. എന്താ ഒറിജിനൽ ഡ്യൂപ്ലിക്കേറ്റ്? ഞാൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മുപ്പിലാനോട് ചോദിച്ചപ്പോ ഉമ്മ വഴിയാണോ ബാപ്പ വഴിയാണോ? വലിയ തലക്കെട്ടിട്ട ആളാണ്. ഞാൻ പറഞ്ഞു മേലാ ചോദിക്കുന്നു. അല്ല പിന്നെ പെട്ടെന്ന് മറുപടി കൊടുക്കുക. എന്താണ് പിന്നെ അദ്ദേഹം പഠിച്ചത്? മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു, ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ഉദ്ധരണികളിൽ കാണാം ഉമ്മ വഴി സയ്യിദാണെങ്കിലും ബാപ്പ വഴി തങ്ങളാണെങ്കിലും സയ്യിദാണെന്ന് കേട്ടാൽ, തങ്ങളാണെന്ന് കേട്ടാൽ അവരെ ബഹുമാനിക്കുന്ന ഇടത്താണ് പൊന്നുമോനെ എന്റെ ജീവിതത്തിൽ അദബും ഈമാനും ഉള്ളത്. മൻ മാത അലാ ബുഗ്ളി ആലി മുഹമ്മദിൻ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുനാവിൽ നിന്ന് വന്നതല്ലയോ? അഹ്ലു ബൈത്തിന്റെ സാദാത്തുക്കളിലെ ചെറിയവരാകട്ടെ വലിയവരാകട്ടെ, മീശ മുളച്ചവരാകട്ടെ മീശയില്ലാത്തവരാകട്ടെ, താടിയുള്ളവരാകട്ടെ താടിയില്ലാത്തവരാകട്ടെ, ഇൽമു പഠിച്ചവരാകട്ടെ ഇൽമു പഠിക്കാത്തവരാകട്ടെ, സയ്യിദാണ് തങ്ങളാണ് എന്ന് നിന്നോട് ആരെങ്കിലും പറഞ്ഞാൽ അവരെ ബഹുമാനിക്കുന്ന ഇടത്താണ് നിന്റെ ഈമാനുള്ളത് എന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂലിന്റെ തിരുനാവിൽ നിന്നൊരു വാക്കുണ്ട്, മൻ മാത അലാ ബുഗ്ളി ആലി മുഹമ്മദിൻ ആയിസും മിൻ ജാഅ യൗമൽ ഖിയാമ ആയിസും മിൻ റഹ്മത്തില്ലാഹ് മുഹമ്മദുൽ മുസ്തഫ. അപകടകരമായ ഒരവസ്ഥ നിങ്ങളിലേക്ക് ഞാൻ പറയട്ടെ. ശൈഖ് ജീലാനി തങ്ങൾ സയ്യിദാണ്. ശൈഖ് ജീലാനി തങ്ങൾ ഉമ്മ വഴിയും ബാപ്പ വഴിയും സയ്യിദാണ്. അവിടുന്ന് തുടങ്ങി നമ്മുടെ ഈ നാടിനെ ചുറ്റിപ്പറ്റി ഏത് തങ്ങളുണ്ടെങ്കിലും ഏത് സയ്യിദുണ്ടെങ്കിലും അത് വിഭാഗീയതയില്ലാതെ സംഘടനാ ഭേദമന്യേ ഗ്രൂപ്പ് ഭേദമന്യേ ആരുമായിക്കോട്ടെ, ഏതൊരു സയ്യിദിന്റെയും ദേഷ്യം പിടിച്ചു പറ്റിയിട്ട് കോപം പിടിച്ചു പറ്റിയിട്ട് അവനങ്ങ് മരിച്ചു പോയാൽ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ജാഅ യൗമൽ ഖിയാമ ആയിസും മിൻ റഹ്മത്തില്ലാഹ്. നാളെ ഖിയാമത്ത് നാളിൽ അവനെ കൊണ്ടുവരുന്നത് അവന്റെ നെറ്റിത്തടത്തിൽ ഒരു വലിയ ഫ്ലെക്സ് ബോർഡ് വെക്കും. അല്ലാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് വിദൂരമായവൻ ദാ വരുന്നുണ്ട്, നോക്കിക്കോളൂ സമൂഹമേ എന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ അഹ്ലു ബൈത്തിനോട് സാദാത്തുക്കളോട് തങ്ങന്മാരോട് ദേഷ്യം വെച്ച് അളവ് വെട്ടിയിട്ട് അവനങ്ങ് മരിച്ചു പോയാൽ അവനെ നാളെ കൊണ്ടുവരുന്നത് അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് വിദൂരമായവനാണ് വരുന്നതെന്ന അനൗൺസ്മെന്റ് പറഞ്ഞിട്ടായിരിക്കുമെന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് പറയാനെന്ന് പണ്ഡിതന്മാര് പോലും തയ്യാറാകുന്നില്ല. ഇത് പറഞ്ഞു കൊടുക്കാൻ സമൂഹത്തിൽ ഒരു പക്ഷെ അറിയില്ലായിരിക്കും. ഒരു പക്ഷേ നമ്മുടെ മുന്നിലിരിക്കുന്ന സമൂഹത്തിന് ഇത്രയും വളരെ
അപകടകരമായ ഒരവസ്ഥ നാളെ വരാനുണ്ടെന്ന് ഒരുപക്ഷെ അറിയത്തില്ലായിരിക്കും. ശൈഖ് ജീലാനി തങ്ങളെ ഒരുപക്ഷെ അപമാനിക്കുന്നുണ്ടാവും, ആക്ഷേപിക്കുന്നുണ്ടാകും, ആരോപണങ്ങൾ പറയുന്നുണ്ടാകും. അതൊക്കെ മുൻ സമൂഹത്തിൽ ഏതോ ഒരു ഹിന്ദു ആചാര്യന്റെ പേര് ചേർത്തിട്ട് ശൈഖ് ജീലാനി തങ്ങളെ സംബന്ധിച്ച് മാസികകൾ ഇറക്കിയ പുത്തൻവാദികൾ ഇന്ന് അവരുടെ മാസികകളിൽ ശൈഖ് ജീലാനി തങ്ങളെ സംബന്ധിച്ച് പുകഴ്ത്തി പറയുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അല്ലാഹു അവരുടെ ഹിദായത്ത് ഇനിയും അല്ലാഹു ഉയർത്തി കൊടുക്കട്ടെ. അവർക്ക് അല്ലാഹു ഹിദായത്ത് ഇനിയും അല്ലാഹു ധാരാളമാക്കി കൊടുക്കട്ടെ. ഞാൻ പറഞ്ഞത് ഏതായാലും ചെറിയ രീതിയിലെങ്കിലും ചിന്തിച്ചാൽ മഹാനാണെന്നോ പണ്ഡിതനാണെന്നോ കറാമത്തിന്റെ അഹലുകാരനാണെന്നോ ഒക്കെ അവിടെ ഇരിക്കട്ടെ. അവിടെ ഏതായാലും ഉമ്മ വഴി സയ്യിദ്, ബാപ്പ വഴി സയ്യിദ് തങ്ങളാണ്, അഹ്ലുബൈത്താണ്. ആരെങ്കിലും പടച്ചവനെ അവരുടേതായ വലിയ ഫളിനെ ചോദ്യം ചെയ്തുകൊണ്ട് ആക്ഷേപിച്ചാൽ ഞാൻ അടിവരയിട്ടുകൊണ്ട് പറഞ്ഞു, നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഒരു ഹദീസ്, ജാഅ യൗമുൽ ഖിയാമ ആയസും മിൻ റഹ്മത്തില്ലാഹ്. അല്ലാഹുവേ നീ കാത്തുരക്ഷിക്കണേ റഹ്മാനേ, നീ കാത്തുരക്ഷിക്കണേ റഹ്മാനേ. അത്തരം അപകടകരമായ അവസ്ഥയിലായി ഒരിക്കലും ഞങ്ങളുടെ അവസാനത്ത് നീ മോശമാക്കല്ലേ റഹ്മാനേ. ചൊല്ല് മുറാദിയാ മുറാദി ശൈഖ് മുഹീദ്ദീൻ മുറാദിയാ മുറാദി ശൈഖ് മുഹീദ്ദീൻ മുറാദി. അല്ലാഹുവേ അവിടുത്തെ സ്നേഹിച്ചവരായി ആദരിച്ചവരായി ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഒരൊറ്റ കാര്യം കൂടി ശ്രദ്ധയിൽപ്പെടുത്തി നമുക്ക് ദുആയിലേക്ക് പോകാം. അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട വലിയാണ് ശൈഖ് ജീലാനി തങ്ങളെന്ന് നമ്മൾ ഏതായാലും ഇവിടെ സമർത്ഥിച്ചിരിക്കുകയാണ്. ഒരൊറ്റ മഹത്വം നിങ്ങളിലേക്ക് ഞാൻ പറയട്ടെയോ? എനിക്ക് മുന്നേ നിങ്ങളിലേക്ക് ഉദ്ഘാടന പ്രഭാഷണം നടത്തിയ പ്രിയപ്പെട്ട സഅദി ഉസ്താദ് നിങ്ങളിലേക്ക് ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നല്ലോ. ശൈഖ് ജീലാനി തങ്ങളുടെ വല്ലുപ്പയുടെ മഹത്വത്തെ കുറിച്ച് പറഞ്ഞല്ലോ. ആരാടുമ്മമാരെ ആ വല്ലുപ്പ? ഹബീബായ മുഹമ്മദ് മുസ്തഫ. ലോകത്തിലെ മുഴുവൻ തങ്ങന്മാരുടെയും സാദാത്തുക്കളുടെയും വല്ലുപ്പയായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. അതാ ശൈഖ് ജീലാനി തങ്ങളുടെ മുന്നിലേക്ക് ഔലിയാക്കന്മാരുടെ സംഘം വരികയാണ്. സാധാരണക്കാരല്ല, ഔലിയാക്കന്മാരാണ് വരുന്നത്. ഔലിയാക്കന്മാരുടെ വലിയൊരു സംഘമാണ് ശൈഖ് ജീലാനി തങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. അവരതാ ഒരു വെല്ലുവിളി തന്നെ ശൈഖ് ജീലാനി തങ്ങളുടെ ഭാഗത്ത് നിന്ന് കേൾക്കുകയാണ്. വമൻ ഫീ റിജാലില്ലാഹി നാലാ മാ കാനതി വജദ്ദി റസൂലുള്ളാഹി ഫിൽ അസ്ലി റബ്ബാനി മൗലായ സ്വൽ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ഔലിയാക്കന്മാരുടെ സംഘത്തോട് വിരൽ ചൂണ്ടിയിട്ട് ശൈഖ് ജീലാനി തങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അല്ലയോ ഔലിയാക്കന്മാരെ, അല്ലയോ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരെ, സ്വാലിഹീങ്ങളെ, നിങ്ങളിലേക്ക് ഞാനിതാ ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ ആരുണ്ട് നിങ്ങളുടെ ഭാഗത്ത് നിന്ന്? വമൻ ഫീ റിജാലില്ലാഹി നാല മകാനതി. ഈ അബ്ദുൽ ഖാദിർ ജീലാനിയുടെ സ്ഥാനത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന നിങ്ങളുടെ കൂട്ടത്തിൽ ആരുണ്ടടാ പൊന്നുമോനെ? വെല്ലുവിളി പൊതുജനത്തോടല്ല, വെല്ലുവിളി സാധാരണക്കാരോടല്ല, വെല്ലുവിളി മുതഅല്ലിമീങ്ങളോടോ മുഅല്ലിമീങ്ങളോടോ അല്ല, ഔലിയാക്കന്മാരോടാണ് വെല്ലുവിളി നടത്തുന്നത്. നിങ്ങളുടെ കൂട്ടത്തില് ഈ അബ്ദുൽ ഖാദിറിന്റെ സ്ഥാനത്ത് എത്തിയവർ ആരുണ്ട് എന്ന് ചോദിച്ചിട്ട് മഹാനായ ശൈഖ് ജീലാനി തങ്ങൾ കൊടുത്ത കാര്യം മറുപടി കേൾക്കണോ? വജദ്ദി റസൂലുള്ളാഹി ഫിൽ അസ്ലി റബ്ബാനി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം.
അതേ സഹോദരങ്ങളെ, എന്റെ വല്ലുപ്പയായ മുഹമ്മദ് മുസ്തഫ, മദീനയുടെ രാജകുമാരൻ മുഹമ്മദ് മുസ്തഫ, എന്റെ എല്ലാ പിതാമഹന്മാരുടെയും പരമ്പര ചെന്നു ചേരുന്ന ഒരേ ഒരു കേന്ദ്ര ബിന്ദു സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്ന എന്റെ ഉപ്പാപ്പയുണ്ടല്ലോ, ആ ഉപ്പാപ്പയാണ് ഔലിയാക്കന്മാരെ ഫിൽ അസ്ലി റബ്ബാനി. ഞാനാകുന്ന ഈ അബ്ദുൽ ഖാദിറിനെ നയിക്കുന്നത് എന്റെ വല്ലുപ്പയായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് എന്നെ നയിക്കുന്നത് എന്ന് പറഞ്ഞാൽ, എന്നെ നയിക്കുന്നതെന്ന് പറഞ്ഞാൽ നിസാരമല്ല, നിസാരല്ല. ഈ അഹമ്മദുൽ അമീൻ മസ്താൻപള്ളി ജോലി ചെയ്യുന്നു, എനിക്ക് പറയാൻ ധൈര്യമില്ല എങ്ങനെ എന്നെ നയിക്കുന്നത് മസ്താനുപ്പാണെന്ന്. അത്ര നമ്മൾ എത്തിയിട്ടില്ല. അവിടെ ചില മഹാന്മാരൊക്കെ ഇരിപ്പുണ്ട്, മസ്താനുപ്പ് പറഞ്ഞിട്ടാണ്, മസ്താനുപ്പ് ചെയ്തിട്ടാണ്, അവിടുന്ന് വരവ് കിട്ടിയിട്ടാണ്, ഇവിടുന്ന് വരവ് കിട്ടിയിട്ടാണ്. ചില ഹാദറാത്തുകളൊക്കെ നമ്മളെ ചുറ്റുപറ്റുണ്ട്. അള്ളാഹു അവരെ ഒന്നുകിൽ നന്നാക്കട്ടെ, അല്ലെങ്കിൽ അവരെ ചെറുകളെ തൊട്ട് അള്ളാഹ് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അത്രത്തോളം പദവിയിൽ ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി നിങ്ങൾ എത്തിയപ്പോഴാണ് ആധികാരികമായി പറയുന്നത് എന്നെ നയിക്കുന്നത് എന്റെ വല്ലുപ്പയായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്ര മഹത്വമുള്ളൊരു മഹാനെ ലോകത്തിന്റെ നാനാദിക്കുകളെ അനുസ്മരിച്ച് നമ്മൾ ഇങ്ങനെ ദുആ ചെയ്യാൻ പോകുമ്പോൾ എനിക്ക് നിങ്ങളോട് ആകെ ഒരു സന്ദേശം എന്നോണം പറയാനുള്ളത്, നമ്മൾ ഇവരൊക്കെ മഹബത്തിലായി ഒരുമിച്ച് കൂടിയവരാണ്. ഈ മഹബത്തൊക്കെ നമുക്ക് നാളെ പ്രയോജനപ്പെടണം, വേണ്ടേ? അതിന് വേണമെന്നുള്ളവരൊക്കെ ഇത് കയ്യുർത്തിയേ. ഈ മഹബത്തൊക്കെ നമുക്ക് നാളെ പ്രയോജനപ്പെടണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതിനൊന്നാമതായി ഞാൻ നിങ്ങളോട് വസിയത്ത് ചെയ്യുന്നു, നിസ്കാരം കൃത്യമായി നിസ്കരിക്കണം. നിസ്കാരം ഇല്ലാത്തവൻ പൊതിച്ചോറ് മേടിച്ചോണ്ട് പോയതിന്റെ കൂലി കിട്ടുമായിരിക്കും. ചോറും പൊതിയും മേടിച്ചോണ്ട് പോയതിന്റെ കൂലി കിട്ടും. നിസ്കരിക്കാത്തവൻ ഇതൊന്നുമില്ല. ഒരു സദസ്സിൽ ചെന്ന് നിങ്ങൾ നിസ്കാരമുള്ളവരൊക്കെ ഒന്ന് നിസ്കരിക്കുന്നവരാണോ ഒന്ന് കയ്യുർത്തി ആവേശത്തോടെ കയ്യുർത്തി അല്ലേ? ചോദ്യത്തിൽ പെശകൊന്നുമില്ല. നിങ്ങൾ നിസ്കരിക്കുന്നവരാണോ? നിസ്കരിക്കുന്നവരാണോ? ഞാനപ്പോ എടുത്ത് ചോദിച്ചേ, വെള്ളിയാഴ്ച മാത്രം നിസ്കരിക്കുന്നവരാണോ? അപ്പോ അനക്കോ ഇല്ല. വെള്ളിയാഴ്ച മാത്രം നിസ്കരിക്കുന്നവരും ഈ ചോദ്യത്തിൽ പെടും. നിസ്കരിക്കുന്നവരാണോ? നിസ്കരിക്കുന്നവരാണ്. വെള്ളിയാഴ്ച നിസ്കരിക്കുന്നവരാണ്. അതാ ഉദ്ദേശിച്ച മറുപടി. 5 വഖത്ത് കൃത്യമായി നിസ്കരിക്കുന്നവർ, സുന്നത്തൊക്കെ ഇപ്പൊ തൽക്കാലം അവിടെ നിൽക്കട്ടെ, 5 വഖത്ത് കൃത്യമായി നിസ്കരിക്കുന്നവരാണ് ഈ മഹബത്തെല്ലാം നമുക്ക് നാളെ പ്രയോജനപ്പെടുക. ശൈഖ് റിഫായി തങ്ങൾ നാളെ നമ്മളെ കൈപിടിക്കണ്ടേ? ശൈഖ് ജീലാനി തങ്ങൾ നാളെ നമ്മളെ കൈപിടിക്കണ്ടേ? നമ്മൾ പറയും, പുന്നാര നബിയെ എന്റെ കൈ നാളെന്ന് പിടിച്ചേക്കണേ. എടാ, നീ നിസ്കാരമുള്ളവനായില്ലെങ്കിൽ എങ്ങനെയാണ് നമ്മളെങ്ങനെ നിസ്കരിക്കുന്ന? പറഞ്ഞോളി. അസ്ർ, മഗ്രിബ്, ഇശ, സുബഹി അല്ലേ? ലാസ്റ്റ് നമ്മളെ തുടക്കം തന്നെ ശരിയാ. ദുഹറിലാ തുടങ്ങുന്നത്. ഇറങ്ങി വരുമ്പോഴേ മസ്താൻപള്ളിയിൽ ജമാഅത്തിന് വേണ്ടി ഇറങ്ങി വരുമ്പോൾ ഓരോ കാഴ്ചകൾ കണ്ടിട്ട് തോന്നിയത് പറയണം, പറയാതിരിക്കാൻ നിർവാഹമില്ല. നമ്മൾ പറഞ്ഞ തെറ്റൊന്നുമില്ല. ദുഹറാ നമ്മളെ തുടക്കം. കാര്യം എന്താ? ദുഹറിന്റെ സമയത്താ സുബഹി അല്ലാഹുമ്മ ഹദിനാ ഫീമൻ ഹദൈത ഖളാ. ദുഹർ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പള്ളിയിൽ വരുമ്പോഴേ അവന്റെ സമയം അന്നേരാ തുടങ്ങിയത്. ജമാഅത്തിന് മുമ്പ് സുബഹി വേണം നിസ്കരിച്ചേക്കാം, അപ്പോഴാണ് സമയം തുടങ്ങിയത്. ഇങ്ങനെ പൊക്കി നിൽക്കും, ഒരു നാണമില്ലാതെ ആ പള്ളിയിലൊക്കെ വന്നിട്ട് ഒരു നാണമില്ലാതെ ഖളാ വീട്ടിൽ നിന്ന് സമൂഹത്തെയും കൂടെ അറിയിച്ചുകൊണ്ട് അല്ലാഹുമ്മ ഹദിനാ ഫീമൻ ഹദൈത വഅഫിനാ ഫീമൻ. അതിനകത്ത് മര്യാദ, നിനക്ക് ഉറങ്ങിപ്പോയി. ഒരാളങ്ങ് ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയി. അതിൽ അഫുണ്ട്, മനപ്പൂർവല്ല. ഉറങ്ങണേ റബ്ബേ അങ്ങനെ പറഞ്ഞിട്ടല്ല തലേത് കടന്നത്, ഉറങ്ങിപ്പോയി എന്നതുകൊണ്ട് അവൻ വളരെ രഹസ്യമായി സംവിധാനം, അള്ളാഹുവിന്റെ ഫിഖ്ഹ്, ദീനിന്റെ ഫിഖ്ഹ്, കർമ്മശാസ്ത്രം വെച്ചിരിക്കുന്ന സംവിധാനമാണ്. അവന് അറിയാതെ മറന്നുപോയി. അവൻ നിസ്കരിക്കാൻ എന്തോ കാര്യങ്ങളുണ്ട്, ഗഫലത്ത് വന്നു കേടി മറന്നുപോയി, ഉറങ്ങിപ്പോയി. അറിഞ്ഞുകൊണ്ടല്ല. അങ്ങനെ വന്നാൽ നീ വളരെ രഹസ്യമായി പോയി നിസ്കരിക്കടാ. അതിൽ മാന്യതയുണ്ട്. അവ്വലുമാ യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമത്തി അസ്സലാ.
സഹോദരങ്ങളെ, നിസ്കരിക്കാത്തവന്റെ ഒരു സൽക്കർമ്മവും റബ്ബിന് വേണ്ട, നിസ്കരിക്കാത്തവന്റെ ഒരു മഹബത്തും റബ്ബിന് വേണ്ട. ഖബറിലേക്ക്, ഏകാന്തമായ ഖബറിൽ, ഇരുളാകുന്ന ഖബറിൽ ഒരാളുമില്ലാതെ, ഒരാളും നിന്നെ സഹായിക്കാനില്ലാതെ നീ വിഷമിക്കുന്ന ഖബറില് 2 മലക്കുകൾ വന്ന് ചോദിക്കുന്നൊരു ഹിസാബുണ്ട്. നീ അവിടെ സംഘടനയ്ക്ക് വേണ്ടി ഓടിയോ എന്നല്ല ചോദ്യം, സുന്നത്ത് ജമാഅത്ത് പ്രസംഗിച്ചോ എന്നല്ല ചോദ്യം, മഹാന്മാരെ സ്നേഹിച്ചോ എന്നല്ല ചോദ്യം. നീ നിസ്കരിച്ച നിസ്കാരത്തെ സംബന്ധിച്ച് ചോദിച്ചിട്ട് അതിന് കൃത്യമായ മറുപടി ഇല്ലാതെ അടുത്ത ഹിസാബില്ലെന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിസ്കാരം സഹോദരങ്ങളെ വളരെ ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം. ഗൗരവത്തോടു കൂടി ഓർമ്മപ്പെടുത്തുന്നു, ഒരു സഹോദരന്റെ നിസ്കാരം, അവൻ നിസ്കരിക്കാൻ വേണ്ടി കൈകിട്ടി, അവനെന്ന് പറഞ്ഞു പ്രായമായ ഒരാള് നിസ്കരിക്കാൻ വേണ്ടിട്ട് അല്ലാഹു അക്ബർ കൈ കെട്ടിയപ്പോ മാഷാ അല്ലാഹ് ആരോ മൊബൈലിൽ വിളിച്ചപ്പോ ആശാ ഫോൺ പോക്കറ്റ് ചെയ്തെടുത്തിട്ട് കട്ട് ചെയ്യാൻ, ഫോൺ പോക്കറ്റ് ചെയ്തെടുത്തിട്ട് നിസ്കാരത്തിൽ ഫോൺ കട്ട് ചെയ്യാൻ. ഫോൺ വന്നപ്പോ ശബ്ദം കേട്ടു, സൈലന്റ് അല്ലാതായി പോയി. പൊന്നു മനുഷ്യന്മാരെ, പള്ളിയിൽ കയറുമ്പോ നിങ്ങൾ ഫോൺ സൈലന്റ് ചെയ്യാറുണ്ടോ? നിർബന്ധമായി ചെയ്യേണ്ട. ഈ ഹലാക്ക് പിടിച്ച് ഈ സാധനം കൊണ്ടുണ്ടാകുന്ന ഷർറ് ചെറുതൊന്നുമല്ല. അല്ലാഹു അക്ബർ. നമ്മൾ നല്ല ഹുദൂഓടെ ഖുശൂഓടെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അവിടെ തുടങ്ങും. അടുത്ത മക്കത്തുൽ മുക്കറമയിൽ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. വാങ്ങ് ഫോണിലാ വാങ്ങേക്ക. നിങ്ങൾ ഫോണിൽ വാങ്ങോ, ഇഖാമത്തോ പാട്ടോ ഗുസ്തിയോ എന്തിട്ടോ നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. നിങ്ങൾ എന്തെങ്കിലും ഇട്ടോ. പള്ളി കയറുമ്പോ പടച്ചോനെ വിചാരിച്ചത് ഓഫ് ചെയ്തേക്കണേ, പടച്ചോനെ വിചാരിച്ചത് സൈലന്റ് ചെയ്തേക്കണേ. നിങ്ങൾ വീട്ടിലോ നിങ്ങളെ വാഹനത്തിലോ വെച്ചിട്ട് പള്ളി കയറി അതി കുറഞ്ഞ തിരക്കൊക്കെ മതി. ആ മൂപ്പിലാനെ അദ്ദേഹം ആകെ വിഷമിച്ച്, ആ ഫ്രണ്ടില് വലിയ പണ്ഡിതന്മാർ നിൽക്കുന്ന സഫിൽ ആശാൻ വന്ന് കൈകെട്ടിപ്പോ ഇങ്ങനെ ബാങ്ക് വെക്കാൻ എല്ലാവരും നിസ്കാരം ആകെ ഒഫലത്തിലായി പോയി. എത്ര ആളുകളോട് വിഷമിക്കും, മനസ്സ് വിഷമിക്കും, എത്ര ആളുകളുടെ മനസ്സ് വിഷമിക്കും. പടച്ചവൻ ഇവൻ ഏതവൻ, ഇതാരാണോ? ഇങ്ങനെ ചിന്തിക്കാതിരിക്കുമോ നിസ്കാരത്തില്? ഇതാരാണ് ഇതിങ്ങനെ ചെയ്തിരിക്കുന്നത്? ഇത് രോഹിയാണ്. ചിലപ്പോ കൈയഴിച്ചിട്ട് ഒന്നുകൂടെ നിസ്കരിച്ചാലോ എന്ന് തോന്നിപ്പോകും. അള്ളാഹുവേ, ഞങ്ങളുടെ ഇബാദത്തിന് തടസ്സം വരുന്ന ഒന്നും റഹ്മാനായ റബ്ബേ നിസ്കാരത്തിൽ നീ വരുത്തല്ല റഹ്മാനെ. നിസ്കാരത്തിൽ ശ്രദ്ധയുള്ളവരാക്കണേ റഹ്മാനെ. അവിടെയാണ് സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിന്റെ വിജയമുള്ളത്. അങ്ങനെ വിജയിച്ചപ്പോഴാണ് ശൈഖ് ജീലാനി തങ്ങൾക്ക് പറയാൻ കഴിഞ്ഞത്, അൽഇൻസു ലഹും മശായിഖു വൽ ജിന്നു ലഹും മശായിഖു വൽ മലായികതു ലഹും മശായിഖു അന ശൈഖുൽ കുല്ലി. എത്രത്തോളം വലിയ നിസ്കാരക്കാരനായി എന്ന് പറഞ്ഞാൽ അതിനെത്രയോ വലിപ്പത്തിൽ മഹാന്മാരായ മഹത്തുക്കൾ മാലയിലൂടെ നമ്മെ പഠിപ്പിച്ചതാണ്. സുഹൃത്തുക്കളെ, എത്ര വിനയാന്യതനായി ജീവിച്ച ശൈഖ് ജീലാനി തങ്ങൾക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വലിയ സ്ഥാനം കൊടുത്തതിന്റെ ഉന്നതമായ സ്ഥാനത്തെക്കുറിച്ചൊന്ന് വിശദീകരിച്ചാൽ, ഇൻസുകളിൽ മശായിഖന്മാരുണ്ട്, ജിന്നുകളിൽ മശായിഖന്മാരുണ്ട്, മലായികത്തുകളിൽ മശായിഖന്മാരുണ്ട്. മഹാനായ ശൈഖ് ജീലാനി തങ്ങൾ ആധികാരികമായി പറയുകയാണ്, അന ശൈഖുൽ കുല്ലി. ഞാൻ എല്ലാ വർഗത്തിനും എല്ലാ പടപ്പുകൾക്കും ഞാനോ ഈ പറഞ്ഞ വിഭാഗങ്ങൾക്കെല്ലാം ശൈഖാണ്. ജിന്നിനും ഇൻസിനും മറ്റു മാലക്കീനും ഞാൻ അവർക്കെല്ലാവർക്കും മെയ്യേ ശൈഖെന്നോവർ ബിൽ ഖുതുബി റബ്ബാനി വൽ ഗൗസി സമദാനി നജീനാ മിൻ കുല്ലി ആഫാതി യാ അല്ലാഹ്. സഹോദരങ്ങളെ, അപ്പോൾ നിങ്ങളിലേക്ക് ബക്കറ്റുമായി നമ്മുടെ സംഘാടകർ SOSന്റെ കേരള മുസ്ലിം ജമാഅത്തിന്റെ നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാർ, നിങ്ങൾ ഉമ്മമാരിലേക്ക് സഹോദരങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങൾ അകം വഴിഞ്ഞതിൽ ശബ്ദം കേൾക്കാത്തേക്ക് ഇടണം കേട്ടോ. ശബ്ദം കേൾക്കാത്തേക്ക് ഇടണം, മനസ്സിലായല്ലോ? എന്താ ശബ്ദം കേൾക്കുന്ന തുട്ട് നാണയങ്ങളൊക്കെ പോക്കറ്റ് ഉണ്ടെങ്കിൽ മാറ്റിയിട്ട് ശബ്ദമില്ലാത്തതൊക്കെ ഇട്ടണം കേട്ടോ. അല്ലാഹു ആ വലിയ
സംഭാവനയെ നാളെ നമ്മുടെ ആഖിറത്തിൽ ഉപകരിക്കുന്നതാക്കി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. സുഹൃത്തുക്കളെ, ഒരു കാര്യം കൂടി, നിസ്കാരക്കാരാകുമ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ നാളെ മഹബത്തിലായി ഒരുമിച്ച് കൂട്ടും. മഹാനായ സയ്യിദുനാ സൗബാൻ റളിയല്ലാഹു അൻഹു ചരിത്രത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് ഒരുപാട് മഹത്തുക്കൾ. മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു അവിടുത്തെ അവസാന സമയം, ഞാൻ ഒരു ജുമഅയ്ക്ക് ബിലാൽ തങ്ങളുടെ വഫാത്തും ഒക്കെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് നിങ്ങൾ കേട്ടവരായതുകൊണ്ടാണ് ആവർത്തിക്കാത്തത് കേട്ടോ. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിന്റെ അവസാന സമയത്ത് അവിടുന്ന് ചിരിക്കുകയായിരുന്നു. എന്തിനാ ചിരിച്ചത്? ഭാര്യ ചോദിച്ചു, നിങ്ങൾക്ക് നോവുന്നില്ലേ റൂഹ് പിടിക്കുന്നത്? അള്ളാന്റെ റസൂലിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നിരുന്നല്ലോ റൂഹ് പിടിച്ചപ്പോ, നിങ്ങൾക്ക് നോവുന്നില്ലേ? ബിലാൽ നിങ്ങൾ പറഞ്ഞു, എനിക്ക് എങ്ങനെ നോവാനാണ് പ്രിയതമ, എനിക്കെങ്ങനെ നോവാനാണ്? ഞാൻ ആരെയാ സ്നേഹിച്ചത്? മുഹമ്മദ് മുസ്തഫ. ആ മുത്തിന്റെ അടുത്തേക്കുള്ള എന്റെ യാത്രയിൽ ഞാൻ എന്തിനാണ് എന്റെ പ്രിയതമയോട് പറയട്ടെ, ഞാൻ എന്തിനാ കരയുന്നത്? ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു. അങ്ങനെ നമ്മൾക്ക് മരിക്കണം. ആ മരണം നമുക്ക് നല്ലതാവണമെങ്കിൽ സഹോദരങ്ങളെ, ജീവിതം അതനുസരിച്ച് വിനയമുള്ളവരും അഹങ്കാരമില്ലാത്തവരും അല്ലാഹുക്ക് പൊരുത്തപ്പെട്ട നിലയിൽ ഇബാദത്ത് ചെയ്യുന്നവരും. എന്താ പറഞ്ഞത്? വിനയമുള്ളവരും അഹങ്കാരമില്ലാത്തവരും. അതൊരു വലിയ കടമ്പയാണ്. ശൈഖ് ജീലാനി തങ്ങള് നിലവേറും ോരോവാലേ 40 സുബ്ഹ് തോളുദോവർ ബിൽ ഖുതുബി റബ്ബാനി വൽ ഗൗസി സമദാനി നജീനാ മിൻ കുല്ലി അഫാതിയ അല്ലാഹ്. 40 വർഷം ഇശാ നിസ്കരിച്ച വുദൂഓടുകൂടി സുബഹി നിസ്കരിച്ച മഹാന്റെ പേരെന്താ? അബ്ദുൽ ഖാദിർ ജീലാനി. ഇവിടെ വുദൂ എടുത്തിട്ട് ഇഖാമത്തിനിടയിൽ തന്നെ എത്ര നമ്മൾ വുദൂ എടുക്കേണ്ടി വരും? വുദൂ എടുത്ത് വന്ന് ബാങ്ക് കേട്ട് പള്ളി കയറി ഇഖാമത്തിനിടയിൽ തന്നെ നമ്മൾ എത്ര വുദൂ എടുക്കേണ്ടി വരും? ശാരീരിക അസ്വസ്ഥത ഓരോരുത്തർക്ക് പലവിധമാണ്. എത്ര ത്യാഗം സഹിച്ചു. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു നടന്നോ? നിങ്ങൾ ആലോചിക്കണം, അവിടുന്ന് ഒരാളോട് പറഞ്ഞു നടന്നില്ല. പിന്നെ ഞാൻ ഇന്നും അങ്ങനെ നിസ്കരിച്ചു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തിനോടുള്ള ഉപദേശത്തിൽ പ്രത്യേകമായി വസിയത്തായി വഹയായി വന്നിട്ടുണ്ട്. സ്വഹാബത്തെ ഔഹാ ഇലയ്യ അൻ തവാലഉ ഹത്താ ലാ യഫഖറ അഹദുൻ അലാ അഹദിൻ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. സ്വഹാബത്തെ ദാ കേട്ടോണേ, എന്റെ ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് ദപ്പ വഹി വന്ന് പറഞ്ഞിട്ട് പോയി. അങ്ങനെ എല്ലാ വിഷയം അങ്ങനെ പറയാറില്ല. വഹി വന്നിട്ടുണ്ട്. സ്വഹാബത്തെ നിങ്ങൾ വിനയുള്ളവരാകണം കേട്ടോ. നിസ്കാരക്കാരായി ഓക്കെ, ഇനി നിങ്ങൾ വിനയുള്ളവരാകണം. വിനയം പ്രധാനമാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കേൾക്കണം. നിങ്ങൾക്ക് ആ വാക്കിന്റെ അർത്ഥം ഹത്താ ലാ യഫഖറ അഹദുൻ അലാ അഹദിൻ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഒരാള് മറ്റൊരാളിനേക്കാൾ പൊങ്ങച്ചക്കാരനാകാൻ പാടില്ല. ഒരാള് മറ്റൊരാളിനേക്കാൾ. നമ്മളെന്താ ഓതി വെച്ചത്? 40 പതിറ്റാണ്ടോളം ഇശാന്റെ ഒന്നോടുകൂടി സുബഹി തൊഴുത മഹാനായ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ ഒരാളടുത്തും പൊങ്ങച്ചം പറയാൻ പോയില്ല. നമ്മള് ഖാജാ തങ്ങളുടെ പേർക്ക് ഒരു കത്ത് ഓതും, ശൈഖ് ജീലാനി തങ്ങളുടെ പേർക്ക് ഒരു കത്ത് ഓതും, മസ്താനുപ്പാക്ക് ഒരു കത്ത് ഓതും, 1000 പേരെ അറിയിക്കും. ഞാൻ കത്തോതിക്കൊണ്ടിരിക്കുക, നാളെ തീരും, മറ്റന്നാ തീരും. നമ്മൾ അറിയിച്ചുകൊണ്ടേയിരിക്കും. പൊങ്ങച്ചക്കാരനാകരുത്, ഒരാൾ മറ്റൊരാളിനേക്കാൾ പൊങ്ങച്ചക്കാരനാകരുത്. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. സഹോദരങ്ങളെ, നിസ്കാരക്കാരനായി നല്ല മാന്യനായ ഒരു മനുഷ്യനായി ഒരു ഉമ്മയായി നിങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ ആദ്യം സ്വഭാവ ഗുണത്തിൽ വേണ്ടുന്ന മഹിമയാർന്ന സ്വഭാവമാണ് വിനയമുള്ള മുസ്ലിം ആകണേ ഉമ്മത്തെ. എന്റെ പ്രിയപ്പെട്ട കേരള മുസ്ലിം ജമാഅത്ത് നെൽപ്പുര വിളിച്ചപ്പോൾ ഓടി വന്നിരിക്കുന്ന ഉമ്മമാരെ, സഹോദരങ്ങളെ, നിങ്ങളോട് ഞാൻ സ്നേഹത്തോടെ വസിയത്ത് ചെയ്യുകയാണ്. ദുആക്ക് മുമ്പ്
അന്തവാലഊ, വിനയമുള്ളവരാകണേ, അഹങ്കാരികളാകരുതേ. വിനയമുണ്ടെങ്കിൽ മാത്രമാണ് നമ്മെ എല്ലാവരും ബഹുമാനിക്കുന്നത്. വിനയമുണ്ടെങ്കിൽ മാത്രമാണ് നമ്മെ എല്ലാവരും പരിഗണിക്കുന്നത്. വിനയമുണ്ടെങ്കിൽ മാത്രമാണ് ഒരു സദസ്സിൽ ചെല്ലുമ്പോൾ നമ്മളെ കണ്ട ആളുകൾ ആദരിക്കുന്നത്. വിനയമില്ലെങ്കിലോ അവരെ ആർക്കും ആവശ്യമില്ല, അവരാർക്കും ആവശ്യമില്ല. എന്താ സഹോദരങ്ങളെ, വിനയത്തിന്റെ നേരെ ഓപ്പോസിറ്റ്. വിനയമാണ് മനുഷ്യനെ മഹാനാക്കുന്നതെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുമ്പോഴും സഹോദരങ്ങളെ, വിനയത്തിന്റെ നേരെ വിപരീത ദിശയിൽ സഞ്ചരിക്കുന്ന അഹങ്കാരം എന്ന സ്വഭാവത്തെ സംബന്ധിച്ച് ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തിയത് എന്താ? അല്ലാഹ് നിങ്ങളെ നീ ആ ദുസ്വഭാവത്തെ തൊട്ട് കാക്കണേ അല്ലാ, നീ കാത്തുരക്ഷിക്കണേ അല്ലാ. ലാ യദ്ഖുലുൽ ജന്നത മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാല ദർറത്തിൻ മിൻ കിബ്ർ മുഹമ്മദുർ റസൂലുള്ളാഹി. ഒരാണുമണിത്തൂക്കം, ഒരാറ്റം അളവെങ്കിലും എടാ നിന്റെ ഹൃദയത്തിൽ അഹങ്കാരം കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ ലാ യദ്ഖുലുൽ ജന്ന, അവന് സ്വർഗത്തിലേക്ക് പോകാൻ കഴിയുകയില്ലെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഒരു കടുകുമണി അളവ്, ഒരാറ്റമളവ് അഹങ്കാരം പാടില്ല. സ്വഹാബത്ത് ആ സമയത്ത് ചോദിക്കുന്നുണ്ട്, നബിയേ അതെങ്ങനെയാണ് അഹങ്കാരത്തെ കുറിച്ചൊന്ന് പറയുക? ഒരു സൗന്ദര്യമുള്ള മൊബൈലോ, ഒരു സൗന്ദര്യമുള്ള വാഹനമോ, ഒരു സൗന്ദര്യമുള്ള വസ്ത്രമോ, ഒരു സൗന്ദര്യമുള്ള ചെരുപ്പോ, നല്ല സൗകര്യമുള്ള ഒരു വീട്ടിലോ താമസിച്ചാൽ അഹങ്കാരമാകുമോ റസൂല എന്ന് സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ് സന്തോഷായി, ഇതൊരു പപ്പച്ചിരിക്കാൻ സന്തോഷായി, അൽഹംദുലില്ലാഹ് സന്തോഷായി. ഇനിയിപ്പോ ഒരു വാച്ച് ഉപയോഗിക്കാമല്ലോ, ഒരു മൊബൈൽ ഒക്കെ ഉപയോഗിക്കാമല്ലോ, ചെരുപ്പൊക്കെ ഇടാലോ, നല്ലൊരു വസ്ത്രമൊക്കെ തേച്ച് മടക്കി ഇടാലോ, കുഴപ്പമൊന്നുമില്ല. ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ. അല്ലാഹു റസൂൽ എടുത്ത മറുപടിയാ സഹാബത്തെ, അല്ലാഹ് വലിയ സൗന്ദര്യവാനാണ്, അല്ലാഹ്ക്ക് സൗന്ദര്യത്തെ വലിയ ഇഷ്ടമാണ്. ഓരോരുത്തരുടെ താക്കത്തനുസരിച്ച് നിങ്ങൾ ചെയ്തോളൂ. ആരാണ് അഹങ്കാരി എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചപ്പോൾ കിബ്ർ എന്ന് പറഞ്ഞാൽ, അഹങ്കാരം എന്ന് പറഞ്ഞാൽ അത് സത്യത്തെ നിരാകരിക്കലാണ്. കാര്യങ്ങളൊക്കെ ശരി തന്നെ. ഇപ്പൊ ഞാൻ പറയുന്നത് നീ അങ്ങോട്ട് കേക്കട്ടാ, കാര്യമൊക്കെ ശരി തന്നെ. ഞാൻ പറയുന്നത് നീ ഇപ്പൊ അങ്ങോട്ട് കേക്ക്. നീ പറയുന്ന ന്യായമൊക്കെ തന്നെ സത്യമാണ്, ഞാൻ പറയുന്നത് കേട്ടാ മതി. സത്യത്തെ നിരാകരിക്കലാണ് അഹങ്കാരി എന്ന് സയ്യിദുനാ റസൂലുള്ളാഹ്. സത്യം പറയുമ്പോ, സത്യം നമ്മുടെ മുഖത്ത് നോക്കി ഒരു മനുഷ്യൻ പറയുമ്പോ സമ്മതിച്ചു കൊടുക്കാൻ പാടുണ്ടാവുക അഹങ്കാരത്തിന്റെ ലക്ഷണമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. ബദർ രണാങ്കണം നടക്കുന്ന സമയത്ത് ഒരു ടെന്റടിക്കുന്ന അഭിപ്രായം സഹാബത്ത് പറഞ്ഞു, നബിയെ ഈ പറയാൻ പോകുന്നത് തങ്ങൾ പറഞ്ഞിരിക്കുന്നത് സയന്റിഫിക്കലി ഞാനൊരു കാര്യം പറയട്ടെ എന്ന് സഹാബത്ത് പറഞ്ഞിട്ട്, ശാസ്ത്രീയമായി ഈ ടെന്റ് നമുക്കൊന്ന് മാറ്റി സ്ഥാപിച്ചാലോ? വഹയാണെങ്കിൽ കുഴപ്പമില്ല, വഹയാണെങ്കിൽ പ്രശ്നമില്ല, നമുക്ക് ഈ ടെന്റ് ഒന്ന് ശാസ്ത്രീയമായി കൊണ്ട് മാറ്റിയാലോ? ആ സ്വഹാബിയുടെ വാക്കിന് അല്ലാഹുവിന്റെ റസൂൽ തള്ളിക്കളഞ്ഞില്ല. ആയിക്കോട്ടെ, അങ്ങനെ ചെയ്യാം, അതാണ് വേണ്ടത്, അതാണ് വേണ്ടത്. സ്വഹാബത്ത് കിറാം റളിയല്ലാഹു അൻഹു വലിയ സന്തോഷമായി. വലത് കൈകൊണ്ട് ഇടത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുന്ന സ്വഹാബിയുടെ മുന്നിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, എടാ നീ വലത് കൈ കൊണ്ട് കഴിക്കണം മോനെ, വലത് കൊണ്ട് കഴിക്കുൽ യമീനിക്കുൽ ബിയമീനിക്, നീ വലത് കൈ കൊണ്ട് കഴിക്കടാ. ആ സ്വഹാബി പറഞ്ഞു, സ്വഹാബി എന്ന് പറയാൻ പറ്റൂലല്ലോ, അനുസരിച്ചില്ല. ലാ അസ്തതിഅ ലസ്തതഅത ഫമാ റഫഅഹ, ഒരു മനുഷ്യനോടാ പറഞ്ഞത്. തൽക്കാലം ഇപ്പൊ ഇങ്ങനെ കഴിക്കാൻ പറ്റൂ, തൽക്കാലം ഇപ്പൊ അങ്ങനെ കഴിക്കാൻ പറ്റൂ. സ്വഹാബത്ത് പിന്നീട് അല്ലാഹുവിന്റെ റസൂലിനോട് അദ്ദേഹത്തെ കുറിച്ച് വിശേഷം പറഞ്ഞപ്പോ എന്താ പറഞ്ഞെന്നറിയോ? നബിയെ അദ്ദേഹത്തിന്റെ രണ്ട് കൈയും പൊങ്ങുന്നില്ല. അങ്ങനെ പറഞ്ഞു, തിരുവായ്ക്ക് എതിർവാ പാടില്ല. ഉസ്താദ്, സയ്യിദ്, തങ്ങള്, നിങ്ങളുടെ ഉമ്മ വാപ്പ നിങ്ങൾക്ക് വേണ്ടുന്ന നന്മകൾക്ക് വേണ്ടി ഉപദേശിക്കുന്ന ഒരു കുടുംബനാഥൻ നിങ്ങൾക്ക് നല്ലത് പറഞ്ഞാൽ ആ നല്ലതിനെ അഹങ്കാരത്തോടുകൂടി നിരാകരിക്കൽ കൊണ്ട് നിനക്ക് ഗുണം ചെയ്യുകയില്ലെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. അതുകൊണ്ട് സഹോദരങ്ങളെ, എന്റെ മജ്‌ലിസ് ഈ നസീഹത്ത് അവസാനിക്കുമ്പോൾ നിങ്ങളോട് വസിയത്ത് ചെയ്യുകയാണ്. ഇബ്ലീസിനെ നശിപ്പിച്ച അഹങ്കാരം, ഫിർഔനെ നശിപ്പിച്ച അഹങ്കാരം, അബൂജഹലിനെ നശിപ്പിച്ച അഹങ്കാരം ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരല്ലേ. നിസ്കാരമുള്ളവരായി വിനയമുള്ളവരായി ജീവിച്ചാൽ ഈ കേരള മുസ്ലിം ജമാഅത്ത് SYS SSF നെൽപ്പുര യൂണിറ്റ് സംഘടിപ്പിച്ച ഈ മജ്‌ലിസിൽ നിന്ന് പിരിയും
ഇരിക്കുമ്പോൾ മനസ്സിൽ നിന്ന് കടന്നുകൂടിയിട്ടുള്ള എന്തെങ്കിലും അഹങ്കാര ചിന്തകളൊക്കെ ഒന്ന് മാറ്റിവെച്ച് ഈ മജ്‌ലിസിലേക്ക് നമ്മൾ അതൊന്ന് ഇറക്കി വെച്ചിട്ട് സൽസ്വഭാവിയായി മടങ്ങാൻ കഴിഞ്ഞാൽ ഈ ഉള്ളവന്റെ നസീഹത്ത് ഫലപ്പെട്ടിട്ട് എന്റെയും ജീവിതത്തിൽ പ്രതിഫലം ലഭിച്ചു, അതിനേക്കാളും നിങ്ങളുടെയും ജീവിതത്തിൽ പ്രതിഫലം ലഭിച്ചു. അല്ലാഹു അങ്ങനെ ആക്കി തരട്ടെ. സഹോദരങ്ങളെ, ദുആഇന് മുമ്പ് നമുക്ക് കുറച്ച് ഇസ്തിഗ്ഫാർ ഒന്ന് ചൊല്ലണം. നമ്മുടെ മക്കളൊന്ന് നന്നായി കിട്ടാൻ വേണ്ടിയിട്ട് ദുആയിരക്കണം. എന്റെ പ്രിയപ്പെട്ടവരൊക്കെ ഒന്ന് സഹകരിക്കണം, ഒന്ന് എഴുന്നേൽക്കും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സാധ്യമാകുന്നവരൊക്കെ ഒന്ന് എഴുന്നേൽക്കണം. അല്ലാഹുവേ, ഇത്രയും ഞങ്ങൾക്ക് ഈ മജ്‌ലിസ് ഭംഗിയാക്കി തന്ന അല്ലാഹ്, ഞങ്ങളുടെ ഈ മജ്‌ലിസിനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. 11 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹൽ അലീം ചൊല്ല്. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അൽ അലീം. ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു ഹാദിരി അല്ലാഹു നാദിരി അല്ലാഹു ഷാഹിദി അല്ലാഹു മഈ അല്ലാഹു ഹാദിരി അല്ലാഹു നാദിരി അല്ലാഹു മഈ അല്ലാഹു ഹാദിരി അല്ലാഹു നാദിരി അല്ലാഹു ഷാഹിദി അല്ലാഹു ഹാദിരി അല്ലാഹു നാദിരി അല്ലാഹു ഷാഹിദി അല്ലാഹു മഈ അല്ലാഹു ഹാദിരി അല്ലാഹു നാദിരി അല്ലാഹു ഷാഹിദി അല്ലാഹു മഈ അല്ലാഹു ഹാദിരി അല്ലാഹു ഷാഹിദി. ഇൻഷാ അല്ലാഹ് ദുആഇന് മുമ്പ് ഒരു ബറക്കത്തിന് ഒരു വലിയ ദൗത്യമായി ചെല്ല. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കുറെ ആളുകൾ 3333 സംഘാടകരെ ഏൽപ്പിച്ചിരുന്നു. അങ്ങനെ അടുത്ത വർഷത്തെ കാര്യങ്ങളുടെ നമ്മൾ ഇത്ര ഭംഗിയായ ഒരു മജ്‌ലിസ് മാഷാ അല്ലാഹ് അത്ര